Hello, myself Arvind VS, AAA Commerce Academy. ഈ വരുന്ന ഫെബ്രുവരി മാസം നടക്കുന്ന കാറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസ്, കാറ്റ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഒരു സീരീസ് നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടുഡേ വി വിൽ ഡിസ്കസ് ദി പേപ്പർ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എന്നാണ് പേപ്പറിൻ്റെ പേരെങ്കിലും ഇതിൽ നമുക്ക് പഠിക്കുവാനുള്ളത് അതിൻ്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ടാക്സേഷനാണ്. സോ ടാക്സേഷൻ ടാക്സേഷൻ പേപ്പറിനകത്ത് നമുക്ക് ഡയറക്റ്റ് ടാക്സും കവർ ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും കവർ ചെയ്യുന്നുണ്ട്. സോ ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു 100 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, 100 ക്വസ്റ്റ്യൻസ്. സോ ഈ 100 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനേഷൻ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഡിസ്കസ് ചെയ്ത് പോവുക. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനകത്ത് അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് പറയുകയും ബാക്കി വരുന്ന ചോയ്സസിൻ്റെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും നമുക്ക് പരമാവധി പറഞ്ഞു പോകാം. നമ്മുടെ സമയം അനുവദിക്കുന്നത് പോലെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഇഫ് യു ഹാവ് എനി കൈൻഡ് ഓഫ് ഡൗട്ട് വൈൽ ഗോയിങ് ടു ദിസ് സെഷൻ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ചോദിക്കാം. പരമാവധി നമുക്ക് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ എക്സ്പ്ലനേഷൻ നൽകി പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കാറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്. ഓക്കെ, സോ ഞാനിവിടെ ഓരോ ക്വസ്റ്റ്യനായിട്ട് ഡിസ്കസ് ചെയ്യാം, അതിൻ്റെ ആൻസർ പറയാം. ശരി, അപ്പോൾ അതിന് ആൻസർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് കൂടി പരമാവധി സമയത്തിനുള്ളിൽ എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി നമുക്ക് ശ്രമിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും യു ക്യാൻ ആസ്ക്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇൻഡിവിജ്വൽ is said to be resident in India. Okay, ഇത് ഇൻകം ടാക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ ആൻ ഇൻഡിവിജ്വൽ ഈസ് സെഡ് ടു ബി റെസിഡന്റ് ഇൻ ഇന്ത്യ. ഒരു ഇൻഡിവിജ്വലിനെ എപ്പോഴാണ് ഇന്ത്യയിൽ റെസിഡന്റ് ആയി കണക്കാക്കുക, ഇതാണ് ചോദ്യം. ഓപ്ഷൻ എന്തൊക്കെയാണ്? ഹി ഹാസ് എ ഹൗസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വീടുള്ളവരെല്ലാവരും റെസിഡന്റ് ആയിട്ട് കണക്കാക്കും? ഇല്ല. ഹി ഈസ് ഇൻ ഇന്ത്യ ഫോർ ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 days ഓർ മോർ. ഒരു വർഷം 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിലുള്ള ഒരാളെ റെസിഡന്റ് ആയി കണക്കാക്കും. ആക്ച്വലി അതൊരു കറക്റ്റ് ഉത്തരമാണ്. സോ ഒരാൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നതിൻ്റെ ഏറ്റവും ബേസിക് ക്രൈറ്റീരിയ അയാൾ ഇന്ത്യയിൽ എത്ര നാൾ താമസിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിൽ 182 ദിവസം മിനിമം താമസിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ നമുക്ക് ആ വർഷം റെസിഡൻ്റ് ആയിട്ട് കണക്കാക്കാം. സോ എൻ്റെ ഓപ്ഷൻ ബി കറക്റ്റാണ്. ഇനി ഓപ്ഷൻ സി കൂടി നമുക്ക് നോക്കാം. ഹി ഈസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 30 days ഓർ മോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആൻഡ് ഫോർ 365 ഓർ മോർ ഡേയ്സ് ഡ്യൂറിംഗ് 4 പ്രീവിയസ് ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ആക്ച്വലി 182 ദിവസം ഒരാൾ ഇന്ത്യയിലില്ല, ഇപ്പം 181 ദിവസമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ റെസിഡൻ്റ് അല്ല. പക്ഷെ ഒരു കണ്ടീഷനും കൂടിയുണ്ട്. 182 ദിവസം ഇന്ത്യയിൽ ഇല്ലാത്ത ഒരാൾ വേറൊരു ക്രൈറ്റീരിയ കൂടിയുണ്ട്. ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡൻ്റായി മാറും. സോ എന്താണ് ആ ക്രൈറ്റീരിയ? 182 ദിവസം ഇല്ലെങ്കിലും മിനിമം 60 ദിവസം ഉണ്ടാവണം. സോ നമ്മൾ നോക്കേണ്ടത് എന്താണ്? മിനിമം എത്ര ദിവസം ഉണ്ടോ എന്ന് നോക്കാം. മിനിമം 60 days ഉണ്ടോ എന്ന് നോക്കാം. അത് മാത്രം പോരാ, അതിന് തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ മിനിമം 365 days കൂടി ഉണ്ടാവണം. ഈ 2 ക്രൈറ്റീരിയയും ഒരുമിച്ച് വന്നാൽ അയാളെ നമുക്ക് റെസിഡൻ്റ് ആയിട്ട് കണക്കാക്കാം, ഈവൻ ഇഫ് ഹി ഈസ് നോട്ട് ഇൻ ഇന്ത്യ ഫോർ 182 days. യെസ്. സോ എന്താണ്? ആശംസിനാണ് സർ, ക്വസ്റ്റ്യൻസ് ക്ലിയർ ഇല്ല, കാണാൻ പറ്റുന്നില്ല. ശരി, ഞാനിതൊന്ന് സൂം ചെയ്യാം കേട്ടോ, നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ സൂം ചെയ്ത് നമുക്ക് കാണിക്കാൻ ശ്രമിക്കാം. ആശയം ധൈര്യമായിട്ടിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ എന്താണ്? രണ്ടാമത്തെ ഓപ്ഷനെ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം മൂന്നാമത്തെ ഓപ്ഷന് കൊടുത്തിരിക്കുന്ന ഹീസ് ഇൻ എ പീരീഡ് ഓഫ് 30 days ഓർ മോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. 30 ദിവസം പോരാ, മിനിമം എത്ര ദിവസം ഉണ്ടാവണം? 60 ദിവസം ഉണ്ടാവണം. 60 ദിവസം ഇല്ലല്ലോ. സോ ഈ ഓപ്ഷൻ തെറ്റാണ്. സോ ആദ്യത്തെ ഓപ്ഷനും തെറ്റാണ്. സോ ആൻസർ ബി ആണ് ആൻസർ കറക്റ്റ്. രണ്ടാമത്തെ ചോദ്യം, ഇൻകം ടാക്സ് ഈസ് എ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്, ഇൻകം ടാക്സ് ഒരു എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആണ്, ഇൻകം ടാക്സ് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, നൺ ഓഫ് ദി അബവ്. ഇതിലേത് ഓപ്ഷനാണ് വരിക? സോ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. ഇൻകം ടാക്സ് എന്താണ്? ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്, ഒരു പ്രത്യക്ഷ നികുതിയാണ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി ലെവീഡ് ഓൺ എ person on the basis of income generated by such a person during a financial year. ഒരു വർഷം ഒരു വ്യക്തി ഇൻകം ജനറേറ്റ് ചെയ്താൽ ആ വ്യക്തിയുടെ മേലിൽ ചുമത്തുന്ന ഒരു പ്രത്യക്ഷ നികുതിയാണ് ഇൻകം ടാക്സ്. സോ ഇൻകം ടാക്സ് ഈസ് എ ഡയറക്റ്റ് ടാക്സ്. നസി എ, വെരി ഗുഡ്, എ കറക്റ്റ് ആൻസർ.
ഇനി മൂന്നാമത്തെ ചോദ്യം, ഫോളോയിങ് ഈസ് നോട്ട് എ ഹെഡ് ഓഫ് ഇൻകം. സോ നമുക്കറിയാം ഇൻകം ടാക്സിൽ നമുക്ക് പ്രധാനമായും 5 ഹെഡ് ഓഫ് ഇൻകം ആണ് ഉള്ളത്. എന്തൊക്കെയാണ് 5 ഹെഡ് ഓഫ് ഇൻകം? എന്തൊക്കെയാണ് 5 ഹെഡ് ഓഫ് ഇൻകം? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. സോ ഇവിടെ എന്തൊക്കെയുണ്ട്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഒരു ഹെഡ് ഓഫ് ഇൻകം ആണ്, സാലറി വേറൊരു ഹെഡ് ഓഫ് ഇൻകം ആണ്, ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി അങ്ങനെ ഒരു ഹെഡ് ഇല്ല. ആക്ച്വലി ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി എന്ന് പറയുന്നത് IFOS അഥവാ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിനുള്ളിൽ വരുന്ന ഒരു ഇൻകം മാത്രമാണ്. സോ അതുകൊണ്ട് ഇവിടുത്തെ ചോദ്യം എന്താണ്? ഫോളോയിങ് ഈസ് നോട്ട് എ ഹെഡ് ഓഫ് ഇൻകം എന്നാണ്. സോ ഇതാണ് എൻ്റെ കറക്റ്റ് ആൻസർ. എന്താണ്? അതൊരു ഹെഡ് ഓഫ് ഇൻകം അല്ല. ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഹെഡ് ഇല്ല. അത് ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് വരുന്ന ഒരു ഇൻകമാണ്. യെസ്, സോ ആൻസർ ഈസ് സി. നെക്സ്റ്റ്, നാലാമത്തെ ചോദ്യം നോക്കൂ. ഫൈനാൻഷ്യൽ ഇയർ 23-24, ഫൈനാൻഷ്യൽ ഇയർ 23-24 ഷാൽ ബി കൺസിഡേർഡ് ആസ്. ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാനത് അവിടെ തിരുത്തിയിട്ടുണ്ട്, നിങ്ങൾക്കതവിടെ കാണാം. ഫൈനാൻഷ്യൽ ഇയർ 23-24 എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഇയർ ഫോർ ദ പ്രീവിയസ് ഇയർ 23-24 ആൻഡ് പ്രീവിയസ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 24-25. രണ്ടാമത്തെ ഓപ്ഷൻ അസസ്മെൻറ്റ് ഇയർ ഫോർ പ്രീവിയസ് ഇയർ 22-23 ആൻഡ് പ്രീവിയസ് ഇയർ ഫോർ അസസ്മെൻറ്റ് ഇയർ 24-25. അസസ്മെൻറ്റ് ഇയർ ഫോർ ദ പ്രീവിയസ് ഇയർ 23-24, പ്രീവിയസ് ഇയർ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 23-24. ആകെ കൺഫ്യൂഷൻ. ക്വസ്റ്റ്യൻ നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ. അപ്പോൾ 2023-24 എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇയർ. ആ ഫൈനാൻഷ്യൽ ഇയർ ശരിക്കും എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വെദർ ഇറ്റ് ഈസ് അസസ്മെൻറ്റ് ഇയർ ഫോർ പ്രീവിയസ് ഇയർ 23-24 ആണോ? അല്ല. അസസ്മെൻറ്റ് ഇയർ ഫോർ പ്രീവിയസ് ഇയർ 23-24 അല്ല. ഇറ്റ് ഈസ് ഫിനാൻഷ്യൽ ഇയർ 23-24 എന്ന് പറയുന്നത് ഒരു അസസ്മെൻറ്റ് ഇയർ ആണ്. ഏതിൻ്റെ അസസ്മെൻറ്റ് ഇയർ ആണ്? അതിന് തൊട്ട് മുന്നത്തെ വർഷത്തിൻ്റെ അസസ്മെൻറ്റ് ഇയർ ആണ് 23-24. അതായത് അസസ്മെൻറ്റ് ഇയർ 23-24 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ 22-23-ൻ്റെതാണ് അല്ലേ. അതുപോലെ തന്നെ ഈ 23-24-ൻ്റെ അസസ്മെൻറ്റ് ഇയർ ഏതാണ്? 24-25. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നമ്പർ ബി. അസസ്മെൻറ്റ് ഇയർ ഫോർ ദി പ്രീവിയസ് ഇയർ 22-23 ആൻഡ് പ്രീവിയസ് ഇയർ ഫോർ അസസ്മെൻറ്റ് ഇയർ 24-25. സോ ദ ആൻസർ ഈസ് ബി. സോ 4 ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, നമുക്കത് ഈസി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. 5ാമത്തെ ക്വസ്റ്റ്യൻ ബിറ്റ് ഡിഫിക്കൽട്ട്. നമുക്ക് ഈവൻ ഒരു കാറ്റ് ലെവലിലുള്ള ഒരു സ്റ്റുഡൻറ്റ് പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. എനിവേ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ഓൾസോ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, അതൊരു കാറ്റ് ലെവലിൽ നമുക്ക് പഠിക്കാനില്ലാത്തതോ അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടേറിയ ഒരു ഏരിയ ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. നിങ്ങളത് കുറച്ചുകൂടി CMA ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് അല്ലെങ്കിൽ CA ഇൻ്റർ ലെവലിലേക്കൊക്കെ വരുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് അൺലിസ്റ്റഡ് സെക്യൂരിറ്റി. എന്താണ് ഈ അൺലിസ്റ്റഡ് സെക്യൂരിറ്റി? അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് വഴി വിൽക്കാത്ത സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അൺലിസ്റ്റഡ് സെക്യൂരിറ്റി എന്ന് പറയുക. അതിനകത്ത് ഷെയർസ് വരും, ഡിബഞ്ചേഴ്സ് വരും, എന്ത് വേണമെങ്കിലും ആകാം. ഇൻ ദ ഹാൻഡ്സ് ഓഫ് നോൺ റെസിഡൻറ്റ് ഫോറിൻ കമ്പനി. കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അതിൻ്റെ ആൻസർ നിങ്ങൾ നോട്ട് ചെയ്തു. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5A ആണ്, 10%. നോർമലി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുകളുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി വരുന്ന റേറ്റ് 20% ആണെങ്കിലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് അൺലിസ്റ്റഡ് സെക്യൂരിറ്റി ഇൻ ദ ഹാൻഡ്സ് ഓഫ് നോൺ റെസിഡൻറ്റ് ഫോറിൻ കമ്പനി ആണെങ്കിൽ ഓർത്തോണം, അതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 10% അതിൻ്റെ റേറ്റ് ഓഫ് ടാക്സ്. ഓക്കെ, 6ാമത്തെ ചോദ്യം സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് കാറ്റിനകത്തുള്ള 100 ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ഞാൻ പറയാം, അതിനകത്ത് ഒരു 80-85 ക്വസ്റ്റ്യനും സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഒന്നല്ല, ഒരു 10-15 ക്വസ്റ്റ്യൻ എന്തായാലും പാടായിരിക്കും. നമുക്ക് ജയിക്കാൻ അത് മതി. ഈ 10-15 ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ ഇൻ്റർ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. നോക്കൂ, ആൻ ഇന്ത്യൻ കമ്പനി വെർ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഈസ് ഔട്ട്സൈഡ് ഇന്ത്യ ഷാൽ ബി. അതായത് ഒരു കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഒരു കമ്പനി ഒരു വർഷം ഒന്നുകിൽ റെസിഡൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആയിരിക്കും. ഒരു കമ്പനി എപ്പോഴാണ് റെസിഡൻ്റ് ആവുക? എപ്പോഴാണ് ഒരു കമ്പനിയെ നമ്മൾ റെസിഡൻ്റ് എന്ന് പറയുക? ഇൻഡിവിജ്വല് എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ബേസിലാണ് അയാൾ റെസിഡൻ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വൽ 182 ദിവസം ഉണ്ടെങ്കിൽ റെസിഡൻ്റ്. പക്ഷേ കമ്പനികളുടെ കാര്യത്തിൽ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് അല്ല നോക്കുന്നത്. കമ്പനികളുടെ കാര്യത്തിൽ നമ്മൾ എന്താണ് നോക്കുന്നത്? കമ്പനികളുടെ കാര്യത്തിൽ അതൊരു ഇന്ത്യൻ കമ്പനി, ഇന്ത്യയിൽ നിലനിൽക്കുന്ന കമ്പനി നിയമപ്രകാരം രൂപീകരിച്ച കമ്പനികളെല്ലാം ഇന്ത്യൻ കമ്പനികൾ എന്ന് പറയും.
ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? റെസിഡന്റ് ആയിരിക്കും. ഇൻകം ടാക്സ് നിയമപ്രകാരം ഇന്ത്യൻ കമ്പനികൾ എപ്പോഴും റെസിഡന്റ് ആണ്. ഓക്കെ, ഇനി ഫോറിൻ കമ്പനികളുണ്ട്. അതായത് ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനികൾ, ഇന്ത്യയിൽ അതിൻ്റെ ഇൻകം ടാക്സ് നിയമപ്രകാരം അതിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? ഫോറിൻ കമ്പനികൾ പൊതുവേ നോൺ റെസിഡന്റ് ആയിരിക്കും. ഇത്രേ ഉള്ളൂ. ഇന്ത്യൻ കമ്പനികൾ എപ്പോഴും റെസിഡന്റ് ആയിരിക്കും, ഫോറിൻ കമ്പനികൾ മിക്കപ്പോഴും എന്തായിരിക്കും? നോൺ റെസിഡന്റ് ആയിരിക്കും. പക്ഷേ ഫോറിൻ കമ്പനിയുടെ എഫക്റ്റീവ് മാനേജ്മെന്റ്, അതായത് കമ്പനി ഫോറിൻ ആണ്, പക്ഷെ ആ കമ്പനിയുടെ മാനേജ്മെന്റ്, അതായത് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ, മറ്റ് ഡയറക്ടേഴ്സ്, മറ്റ് ഷെയർ ഹോൾഡേഴ്സ്, ഇവരെല്ലാം എവിടെയാണുള്ളത്? ഇന്ത്യക്കകത്താണ്. അതായത് ഇപ്പം ഞാനും നിങ്ങളും എല്ലാവരും കൂടി, ഇപ്പം ഞാനും നിഹാലും ഗൗരിയും ജാസ്മിനും നസീഹും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഒരു കമ്പനി ഫോം ചെയ്തത്. പക്ഷെ നമ്മൾ കമ്പനി ഫോം ചെയ്തത് എവിടെയാണ്? ദുബായിലാണ്. അപ്പോൾ ദുബായിൽ ഫോം ചെയ്ത കമ്പനി ഒരു ഫോറിൻ കമ്പനിയാണ്, പക്ഷേ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സും ഡയറക്ടേഴ്സും എല്ലാം നമ്മളല്ലേ. അപ്പോൾ അതിൻ്റെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന ഇന്ത്യക്കകത്ത് വെച്ചല്ലേ, ഇന്ത്യക്കാരായ നമ്മളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ കമ്പനി എന്തായിരിക്കും? ദാറ്റ് അത്തരം കമ്പനികളെ നമ്മൾ പറയുന്നത് എന്ത് കമ്പനി എന്നാണ് വിളിക്കുക? യെസ്, ഇപ്പോൾ ഫോറിൻ കമ്പനി ആണെങ്കിലും അതിൻ്റെ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ അതിനെ നമുക്ക് ഇൻകം ടാക്സ് നിയമപ്രകാരം റെസിഡൻ്റ് ആയിട്ട് കണക്കാക്കാം. ഇനി ഇവിടുത്തെ ചോദ്യം എന്താണ്? ഇന്ത്യൻ കമ്പനി അതിൻ്റെ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് പുറത്ത്, അതെന്തോ ആയിക്കോട്ടെ, ഇന്ത്യൻ കമ്പനിയാണോ? ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? റെസിഡൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് റെസിഡൻ്റ് ഇൻ ഇന്ത്യ. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഈ കമ്പനികളുടെ കാര്യത്തിൽ ഈ നോട്ട് ഓർഡിനറി റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റ് അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ഒന്നും ഇല്ല. ഉണ്ട്, അത് ആരുടെ കാര്യത്തിൽ മാത്രം? ഇൻഡിവിജ്വലിനും HUF-നും മാത്രമേ ഓർഡിനറി, നോട്ട് ഓർഡിനറി ക്ലാസിഫിക്കേഷൻ ഉള്ളൂ. കമ്പനി, പാർട്ണർഷിപ്പ് ഫേം, സൊസൈറ്റികൾ ഇവയ്ക്കൊന്നും തന്നെ ഓർഡിനറി, നോട്ട് ഓർഡിനറി ക്ലാസിഫിക്കേഷൻ ഇല്ല. ഇനി നോൺ റെസിഡന്റ് ആണോ? അല്ല, ഒരു സംശയമുണ്ട്. ഇന്ത്യൻ കമ്പനികളാണെങ്കിൽ അത് ഓൾവേസ് റെസിഡന്റ് ആണ്. നൺ ഓഫ് ദി അബോവ് അല്ല ഓപ്ഷൻ. യെസ്, മുഹമ്മദ് റാസിഖ്, ഹായ്. അടുത്തൊരു ചോദ്യം, ഏഴാമത്തെ ചോദ്യം നോക്കാം. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഫോർ എ ബ്ലോക്ക് ഓഫ് അസറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ബിൽഡിംഗ് യൂസ്ഡ് ആസ് എ ഫാക്ടറി. ഫാക്ടറി ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ റേറ്റ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അത് നമ്മൾ ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് പോകുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10% അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. സോ ഫാക്ടറി ബിൽഡിങ്ങുകളുടെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10%. ഇനി നമ്മളത് റെസിഡൻഷ്യൽ പർപ്പസിനാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ 5%, ടെമ്പററി കൺസ്ട്രക്ഷൻസ് ആണെങ്കിൽ 40% ആണ്. പൊതുവേ ബിൽഡിങ്ങിനും 3 റേറ്റ് ആണ് നമുക്കുള്ളത്: 5%, 10%, 40%. 5% വരുന്ന ഏതിനാണ്? റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്കാണ്. കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 10%, ടെമ്പററി സ്ട്രക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 40%. ഇവിടെ ഇപ്പോൾ ഫാക്ടറിയാണ്. ഫാക്ടറി എന്ന് പറയുമ്പോൾ അതൊരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് അല്ലേ. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര ശതമാനമാണ് റേറ്റ് ഓഫ് ടാക്സ് വരിക? 10% റേറ്റ് ഓഫ് ടാക്സ് വരിക. യെസ്, ആയിഷ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല സാർ. ക്വസ്റ്റ്യൻ ഞാൻ പരമാവധി ക്ലിയർ ആക്കാൻ ശ്രമിക്കാം ആയിഷ. ഓക്കെ, 8th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം കേട്ടോ. 8th ക്വസ്റ്റ്യൻ, റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. ആരാണ് ആൻസർ പറഞ്ഞു? മൊസീൻ ആൻസർ പറഞ്ഞു. 8C. ആദ്യമായി മൊസീൻ ആൻസർ പറഞ്ഞു. 87A is allowed to an individual who is resident in India and whose total income does not exceed. സോ റിബേറ്റ് 87A റിബേറ്റ് കിട്ടുന്നത് ആർക്കാണ്? 87A റിബേറ്റ് കിട്ടുന്നത് ഒരു റെസിഡന്റ് ഇൻഡിവിജ്വലിനാണ് 87A റിബേറ്റ് കിട്ടുക. റിബേറ്റിന്റെ അർത്ഥം ഡിസ്കൗണ്ട് എന്നാണ്. ഓക്കെ, സോ ആ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമുക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ലയബിലിറ്റി വരും. പക്ഷേ കേന്ദ്ര സർക്കാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി വരുമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളൊരു ഡിസ്കൗണ്ട് തരാം. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഡിസ്കൗണ്ടിനെ പറ്റി പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ് ഇത്, 87A. സോ എത്ര രൂപ വരെ ഇൻകം ഉള്ളവർക്കാണ് ഈ ഡിസ്കൗണ്ട് ഉള്ളത്? എല്ലാവർക്കും ഡിസ്കൗണ്ട് ഇല്ല. 5 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവർക്കാണ് ഡിസ്കൗണ്ട് ഉള്ളത്. സോ മോസിന പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. സോ 5 ലക്ഷം രൂപ വരെ വരുമാനം ഉള്ളവർക്കാണ് ഡിസ്കൗണ്ട് ഉള്ളത്. യെസ്, ഓക്കെ. ഇനി എത്ര രൂപയാണ് ഡിസ്കൗണ്ട് എന്ന് മോസിനയ്ക്ക് അറിയാമോ? എത്ര രൂപയാണ് ഡിസ്കൗണ്ട്? നോക്കൂ, 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയ്ക്കാണ് നമ്മുടെ ഇൻകം എങ്കിൽ നമുക്ക് ആപ്ലിക്കബിൾ ആകുന്ന ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 5%. സോ 2.5ക്കും 5 ലക്ഷത്തിനും ഇടയ്ക്ക് 5%. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എത്രയായിരിക്കും ടാക്സ് വരിക? 2.5 ലക്ഷത്തിന് 5% എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്? 12,500 രൂപ. സോ നമുക്ക് പരമാവധി കിട്ടാവുന്ന ഡിസ്കൗണ്ട് എത്രയാണ്? 12,500 രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടും. സോ യെസ് മസീന,
വെരി ഗുഡ് 12,500 കറക്റ്റാണ് 12,500. അപ്പോൾ എനിവേ 5 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവർക്ക് മാത്രമേ ഡിസ്കൗണ്ട് ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ 5,100,000 രൂപയാണ് ഇൻകം എന്ന് വെച്ചാൽ, ഓക്കെ 5,10,000 രൂപയാണ് ഇൻകം, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇല്ല. മനസ്സിലായ? 5 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവർക്ക് മാത്രമേ ഡിസ്കൗണ്ട് ഉള്ളൂ. ഇനി 9ന്റെ ആൻസർ എന്താണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നോട്ട് കവേർഡ് അണ്ടർ സെക്ഷൻ 111. അപ്പോൾ നമ്മൾ അറിയണം എന്താണ് ഈ 111A. 111A നമ്മൾ ഈ ലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർസ്, യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്, സീറോ കൂപ്പൺ ബോണ്ട്സ്, ഇങ്ങനെയുള്ള കുറച്ച് സെക്യൂരിറ്റീസ് നമ്മൾ വിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ റേറ്റ് ഓഫ് ടാക്സിനെ പറ്റിയാണ് ഏത് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്? 111A. അപ്പോൾ 111Aയിൽ പറയുന്നത് ഈ ലിസ്റ്റഡ് ഷെയർസ്, മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ്, സീറോ കൂപ്പൺ ബോണ്ട് എന്നിവ വിൽക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ യു നീഡ് ടു പേ ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 15%. ആലോചിക്കുക, ഈ പറയുന്ന ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ നിങ്ങൾ എത്ര ശതമാനം ടാക്സ് അടയ്ക്കണം? 15% ടാക്സ് അടയ്ക്കണം. അപ്പോൾ അതല്ലാത്ത ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് ലാൻഡ്, ബിൽഡിങ്, സ്വർണം, റൈറ്റ്സ്, വെള്ളി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ നിങ്ങൾ എത്ര ശതമാനം ടാക്സ് അടയ്ക്കണം? കാരണം അതൊന്നും തന്നെ 111A വരുന്നതല്ല. സോ അത്തരം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുകൾക്ക് നിങ്ങൾ എത്ര ശതമാനമാണ് ടാക്സ് കൊടുക്കേണ്ടത്? നോക്കൂ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നോട്ട് കവേർഡ് അണ്ടർ സെക്ഷൻ 111A ഈസ് എക്സംപ്റ്റ്. തെറ്റാണ്. അതിന് എക്സംപ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ ടാക്സ് അടയ്ക്കണം. ടാക്സബിൾ അറ്റ് 15% തെറ്റാണ്. 111A ആണെങ്കിൽ 15%. 3, ടാക്സബിൾ അറ്റ് നോർമൽ റേറ്റ് ആപ്ലിക്കബിൾ ടു ദി അസസി. ഇതാണ് കറക്റ്റ് ഉത്തരം. സോ നിങ്ങൾ എത്ര അടയ്ക്കണം, എത്ര ശതമാനമാണ് ടാക്സ് അടയ്ക്കേണ്ടത്? നോർമൽ റേറ്റ് ആണ് നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടത്. 111Aയിൽ നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടത് ഏതിലാണ്? നോർമൽ റേറ്റ് ആണ്. യെസ്. So short-term capital gain not covered under section 111A is taxable at a normal rate applicable. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സാലറി ഇൻകം ഉണ്ടെന്ന് വെച്ചോ, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ടെന്ന് വെച്ചോ, ബിസിനസ് ഇൻകം ഉണ്ടെന്ന് വെച്ചോ, അതർ സോഴ്സ് ഇൻകം ഉണ്ടെന്ന് വെച്ചോ, നിങ്ങൾ അതിനൊക്കെ നോർമൽ റേറ്റിലാണ് ടാക്സ് പേ ചെയ്യുക. അതേ റേറ്റ് തന്നെയായിരിക്കും ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റും കൊടുക്കേണ്ടത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ടാക്സ് പേ ചെയ്യേണ്ടത്. സോ ടാക്സബിൾ അറ്റ് നോർമൽ റേറ്റ്. സോ ഇപ്പോഴും ക്ലിയർ അല്ലേ? ഞാനിപ്പോൾ പരമാവധി സൂം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 10. റേറ്റ് ഓഫ് സർചാർജ് ആപ്ലിക്കബിൾ ടു ഫോറിൻ കമ്പനി. എന്താണ് സർചാർജ് എന്ന് വെച്ചാൽ? സർചാർജ് എന്ന് വെച്ചാൽ അഡീഷണൽ ടാക്സ് എന്നാണ് അർത്ഥം. ടാക്സിൻ്റെ മേളിലുള്ള ടാക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ടാക്സിന് മേളിലുള്ള ടാക്സിനെയാണ് നമ്മൾ സർചാർജ് എന്ന് പറയും. നമ്മുടെ രാജ്യത്ത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, ധനികരായിട്ടുള്ള ആൾക്കാർക്ക് ഇൻകം ടാക്സ് മാത്രം പേ ചെയ്താൽ പോരാ, ദേ നീഡ് ടു പേ ടാക്സ് ഓൺ ടാക്സ്. ടാക്സിൻ്റെ മേളിൽ അവർ എക്സ്ട്രാ ടാക്സ് അടയ്ക്കണം. അങ്ങനെ അടയ്ക്കുന്ന എക്സ്ട്രാ ടാക്സിനെയാണ് നമ്മൾ സർചാർജ് എന്ന് പറയുന്നത്. സോ ആരാണ് ഈ എക്സ്ട്രാ ടാക്സ് പേ ചെയ്യേണ്ടത്? ഇൻഡിവിജ്വൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 50 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇൻകം ഉള്ള എല്ലാവരും സർചാർജ് പേ ചെയ്യണമെന്നാണ്. കമ്പനികളാണെന്നുണ്ടെങ്കിലോ 1 കോടി രൂപയ്ക്ക് മേളിൽ പോയാൽ സർചാർജ് പേ ചെയ്യണം. സോ ഇവിടെ നമ്മൾ കമ്പനിയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ റിച്ച് കമ്പനി ആയിട്ട് കണക്കാക്കും. 1 കോടിക്ക് മേളിൽ പോയാൽ അതൊരു റിച്ച് കമ്പനിയും 10 കോടിക്ക് മേളിൽ പോയാൽ അതൊരു സൂപ്പർ റിച്ച് കമ്പനി ആയിട്ടും കണക്കാക്കും. സോ അങ്ങനെയുള്ളവർക്കാണ് സർചാർജ് ഉള്ളത്. സോ റേറ്റ് ഓഫ് സർചാർജ് ആപ്ലിക്കബിൾ ടു ഫോറിൻ കമ്പനി ഹാവിംഗ് ടോട്ടൽ ഇൻകം ഓഫ് 8 crore. 8 കോടി രൂപ. 8 കോടിയുള്ളൂ. അപ്പോൾ സൂപ്പർ റിച്ച് അല്ല കേട്ടോ, റിച്ച് ആണ്. 1 കോടിക്ക് മേളിൽ പോയി, പക്ഷേ സൂപ്പർ റിച്ച് അല്ല, 10 കോടിക്ക് മേളിൽ പോയിട്ടില്ല. സോ ഇവർക്ക് എത്രയാണ് സർചാർജ്? സോ ഫോറിൻ കമ്പനികളുടെ സർചാർജ് റേറ്റ് പറയുന്നത് 1 CR to 10 CR ആണെന്നുണ്ടെങ്കിൽ 2%, എബവ് 10 CR ആണെങ്കിൽ 5% ആണ്. 1 കോടിക്കും 10 കോടിക്കും ഇടയ്ക്കാണെങ്കിൽ 2%, 10 കോടിക്ക് മേളിൽ പോയാൽ 5%. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ്, ഫോറിൻ കമ്പനിക്ക് എത്രയാണുള്ളത്? 8 കോടിയല്ലേ. 8 കോടി എന്ന് പറഞ്ഞാൽ 1 CRനും 10 CRനും ഇടയ്ക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ ആൻസർ എത്രയാണ് വരിക? നില്ലാണ്. തെറ്റാണ്. 8 കോടി അപ്പോൾ റിച്ച് കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് സർചാർജ് ഉണ്ട്. അപ്പോൾ നില്ലെന്ന് പറയുന്നത് തെറ്റല്ലേ? യെസ്. അടുത്ത 10% തെറ്റാണ്. 2% ഇതാണ് നമ്മുടെ ആൻസർ കറക്റ്റ്. 5% തെറ്റാണ്. 5% വന്നേനെ. 10 കോടിക്ക് മേളിൽ പോയിരുന്നെങ്കിൽ വന്നേ. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നെക്സ്റ്റ് പോയിന്റ് നോക്കി എന്താണ് പറഞ്ഞിരിക്കുന്നത്. 11ാമത്തെ ചോദ്യം, റെന്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് മുനിസിപ്പൽ ടാക്സസ്. അതായത് നമ്മൾ വീട് വാടകയ്ക്ക് കൊടുത്താൽ നമുക്ക് വാടക കിട്ടും, റെന്റ് കിട്ടും. റെന്റ് നമുക്ക് ഇൻകം ആണ്. റെന്റ് നമുക്ക് ഇൻകം അല്ല, റെന്റ് ഒരു റെസീപ്റ്റ് ആണ്.
റെന്റിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡിഡക്ഷൻ ഈസ് മുനിസിപ്പൽ ടാക്സസ്. വീട്ടിന് ബിൽഡിംഗ് ടാക്സ്, വീട്ടുകാരം. ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വീട്ടുകാരം അടയ്ക്കുന്നില്ലേ? സോ മുനിസിപ്പൽ ടാക്സസ്, മുനിസിപ്പാലിറ്റി ടാക്സ്, ബിൽഡിംഗ് ടാക്സ്. സോ റെന്റ് ആഫ്റ്റർ ഡിഡക്ടിങ് മുനിസിപ്പൽ ടാക്സ് ഈസ് 2 lakh. നോക്കൂ, റെന്റ് ആഫ്റ്റർ മുനിസിപ്പൽ ടാക്സ്, റെന്റിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറച്ചാൽ ബാക്കി വരുന്ന തുകയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ് ആനുവൽ വാല്യൂ. ഇവിടെ നെറ്റ് ആനുവൽ വാല്യൂ ആണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 2 lakh തന്നിട്ടുണ്ട്. യെസ്. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? റെന്റ് ആഫ്റ്റർ ഡിഡക്ടിങ് മുനിസിപ്പൽ ടാക്സ് 2 ലക്ഷമാണ്. എമൗണ്ട് ഓഫ് ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടാക്സബിൾ ഇൻകം എത്ര? നോക്കൂ, നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് വി വിൽ ഗെറ്റ് 2 more ഡിഡക്ഷൻസ്. നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് നമുക്ക് പിന്നെയും 2 ഡിഡക്ഷൻസ് കിട്ടും. എന്തൊക്കെയാണ് ഡിഡക്ഷൻസ്? നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻ ഒന്ന് 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ നമുക്ക് കുറയ്ക്കാം. നമുക്ക് എന്തൊക്കെ കുറയ്ക്കാം? 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. പിന്നെ വീടിന് വേണ്ടി നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോണും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാൻ പറ്റും. സോ 2 കാര്യങ്ങൾ കുറയ്ക്കാം. എന്തൊക്കെയാണ്? ഒന്ന് 30% ഓഫ് NAV, 2 ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇവിടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ പറ്റി ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? NAV തന്നിട്ടുണ്ട് 2 ലക്ഷം. അപ്പം നിങ്ങൾക്ക് അതിന് 30% കൂടി കുറയ്ക്കാം. 2 ലക്ഷത്തിൻ്റെ 30% എന്ന് പറഞ്ഞാൽ എത്ര വരും? 60,000 രൂപ വരും. 60,000 രൂപ വരും. സോ 2 ലക്ഷത്തിൽ നിന്ന് 60,000 പോയാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി എത്രയാണ് വരിക? 1,40,40,000. സോ ആൻസർ എന്തൊക്കെയാണ്? 2 ലക്ഷം, അത് തെറ്റാണ്. 1,40,40,000 കറക്റ്റ് ഉത്തരം. 2,60,000 തെറ്റുത്തരം. നൺ ഓഫ് ദി അബവ് തെറ്റുത്തരം. സോ ഇതാണ് നിങ്ങളുടെ ഉത്തരം വരും. 1 lakh. അപ്പോൾ ഒന്നുകൂടി പറയാം, റെന്റ് ആഫ്റ്റർ ഡിഡക്ടിങ് മുനിസിപ്പൽ ടാക്സ് 2 lakh എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് NAV തന്നിട്ടുണ്ട്. NAV എത്രയാണ്? 2 lakh. NAVയിൽ നിന്ന് യു വിൽ ഗെറ്റ് 2 ഡിഡക്ഷൻസ്. 2 ഡിഡക്ഷൻസ് കൂടി കിട്ടും. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഡിഡക്ഷൻ എന്താണ് പറഞ്ഞത്? 30% ഓഫ് NAVയും കിട്ടും. അതുപോലെ തന്നെ വീടിന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? NAVയിൽ നിന്ന് കുറയ്ക്കാം. ഓക്കെ. സോ ഇവിടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്വസ്റ്റനിലൊന്നും തന്നിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആകപ്പാടെ കുറയ്ക്കാൻ പറ്റുന്ന എന്താണ്? ആ NAVയുടെ 30% കൂടി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കുറയ്ക്കാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ആൻസർ എത്രയാണ് വരിക? 1,40,000. സോ 12ാമത്തെ ചോദ്യം വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് സീ, ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ? ബേസിക് എക്സംഷൻ ലിമിറ്റ് ഫോർ റെസിഡന്റ് സൂപ്പർ സീനിയർ സിറ്റിസൺ എബവ് ദി ഏജ് ഓഫ് 80. 80 വയസ്സിന് മേളിലുള്ള ആൾക്കാരെ, 80 വയസ്സിന് മേളിലുള്ള ആൾക്കാരെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക? 80 വയസ്സിന് മേളിലുള്ള ആൾക്കാരെ നമ്മൾ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് വിളിക്കും എന്നല്ല, വിളിക്കാം. ശ്രദ്ധിക്കണം, 80 വയസ്സിന് മേളിൽ പോയാൽ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് വിളിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് അവരെ വിളിക്കാം? അവർ റെസിഡന്റ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ വിളിക്കാവൂ. 80 വയസ്സ് കഴിഞ്ഞ ഒരു സായിപ്പിനെ കയറി സൂപ്പർ സീനിയർ സിറ്റിസൺ നമ്മൾ വിളിക്കരുത്. വിദേശികൾ 80 വയസ്സ് കഴിഞ്ഞ വിദേശികൾ ഉണ്ടാവും, അവരിവിടെ വരുന്നുണ്ട്, അവർക്ക് ഇൻകം ഉണ്ടാവും. പക്ഷെ അവരെ നമുക്ക് സൂപ്പർ സീനിയറിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. 80 വയസ്സ് കഴിഞ്ഞാൽ പോരാ, അവരെന്തുകൂടി ആയിരിക്കണം? ദേ മസ്റ്റ് ബി റെസിഡന്റ്. സോ ദേ മസ്റ്റ് ബി അബവ് ദി ഏജ് ഓഫ് 80 years. അപ്പോഴേ അവരെന്താവുള്ളൂ? സൂപ്പർ സീനിയർ സിറ്റിസൺ. സൂപ്പർ സീനിയർ സിറ്റിസൺസിന് ധാരാളം ആൾക്കാർ ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലോ. 12C പറഞ്ഞിട്ടുണ്ടല്ലോ. യെസ്, വെരി ഗുഡ്. ആൻസർ എത്രയാണ്? 5 lakh. സോ ദാറ്റ് ഇസ് ഈ കറക്റ്റ് ആൻസർ. 2 lakh തെറ്റാണ്, 2,50,000 തെറ്റാണ്, നൺ ഓഫ് ദി അബവ് തെറ്റാണ്. 13ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ഡിഡക്ഷൻ അവൈലബിൾ അണ്ടർ സെക്ഷൻ 24A ഈസ് ഓഫ് NAV. 24A ഞാൻ പറഞ്ഞു, NAVയിൽ നിന്ന് നിങ്ങൾക്ക് 2 ഡിഡക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു, എയും ബിയും. എ എത്രയാണ് പറഞ്ഞത്? 30% ഓഫ് NAV. അങ്ങനെ വരുമ്പോൾ ആൻസർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 30%. 50% തെറ്റാണ്, 15% തെറ്റാണ്, 70% തെറ്റാണ്. സോ ആൻസർ എത്രയാണ്? 30%. നസീം 30%, അനുരാഗ് 13A, ജാസ്മിൻ 13A, ആഷ്ലി 30. വെരി ഗുഡ്. 30%. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ 30%. വെരി ഗുഡ്, വെരി ഗുഡ്. 14ാമത്തെ ചോദ്യം, ഫോളോയിങ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. ഇനി പറയുന്ന കാര്യങ്ങൾ നമുക്ക് സാലറി ആയിട്ട് കണക്കാക്കാം. ശരിയാണോ എന്നുള്ളത് പറയണം. ഗിഫ്റ്റ് റിസീവ്ഡ് ബൈ എംപ്ലോയി ഫ്രം എംപ്ലോയർ. ഓക്കെ, ഞാൻ ആഷ്ലിയെ ജോലിക്കെടുത്തു. ആഷ്ലി ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് ആഷ്ലി നല്ലൊരു എംപ്ലോയി ആണ്. സോ ആഷ്ലിയെ ഞാൻ ജോലിക്കെടുത്തിട്ട് ആഷ്ലി നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ട് ഞാൻ ആഷ്ലിക്ക് ഒരു ഐഫോൺ സമ്മാനമായിട്ട് തന്നിരിക്കുകയാണ്. സോ എംപ്ലോയറായ ഞാൻ ആഷ്ലിക്ക് ഒരു സമ്മാനം തന്നിരിക്കുകയാണ്.
ഐഫോൺ. സോ അത് ആഷ്ലിയുടെ കയ്യിൽ ഇൻകം ആണോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ എംപ്ലോയറും ആഷ്ലി എൻ്റെ എംപ്ലോയിയാണ്. ആഷ്ലിക്ക് ഞാൻ ഐഫോൺ സമ്മാനമായിട്ട് കൊടുത്തിരിക്കുകയാണ്. സോ വെദർ ഇറ്റ് ഈസ് ആൻ ഇൻകം എന്നുള്ളതാണ് ചോദ്യം. ഒരു സംശയവും വേണ്ട, എംപ്ലോയറിൽ നിന്ന് എംപ്ലോയിക്ക് സമ്മാനം കിട്ടിയാൽ ആ സമ്മാനത്തിന്റെ വില 5000 രൂപയ്ക്ക് മേളിലാണെങ്കിൽ ദാറ്റ് ഷാൽ ബി കൺസിഡർഡ് ആസ് ആൻ ഇൻകം ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം സാലറി. സോ ഗിഫ്റ്റ് റിസീവ്ഡ് ബൈ എംപ്ലോയി ഫ്രം എംപ്ലോയർ ഉറപ്പായും എന്താണ്? യെസ്, സാലറി ഹെഡിൽ ഇൻകം ആണ്. പ്രൊവൈഡഡ് ആ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇൻ കൈൻഡ് ആണെങ്കിൽ 5000 രൂപയ്ക്ക് മേളിലാണെങ്കിൽ അത് ഇൻകം ആണ്. ക്യാഷ് ഗിഫ്റ്റ് ആണെങ്കിൽ ദർ ഈസ് നോ ലിമിറ്റ്, അത് ഫുള്ളി ടാക്സബിൾ ആണ്. ഇനി സാലറി റിസീവ്ഡ് ബൈ പാർട്ട്ണർ ഫ്രം എ ഫേം. ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പാർട്ട്ണർക്ക് കിട്ടുന്ന സാലറി ഏത് ഹെഡിൽ വരും? ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പാർട്ട്ണർക്ക് കിട്ടുന്ന സാലറി ഏത് ഹെഡിലാണ് വരിക? പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പാർട്ട്ണർക്ക് കിട്ടുന്ന സാലറി ഏത് ഹെഡിലാണ് വരിക? സോ ദിസ് വിൽ ബി കമ്മിങ് അണ്ടർ ദ ഹെഡ് PGBP. ഓർത്ത് വെച്ചോളാം, ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പാർട്ട്ണർക്ക് കിട്ടുന്ന സാലറി PGBPയിലാണ് വരിക. അതുപോലെ ഫീ റിസീവ്ഡ് ബൈ ഡയറക്ടർ ഫ്രം എ കമ്പനി. ഒരു ഡയറക്ടർക്ക് അതിൻ്റെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഫീസ് ഏത് ഹെഡിലാണ് വരിക? PGBPയിലാണ് വരിക. ദെൻ കമ്മീഷൻ റിസീവ്ഡ് ബൈ ഏജന്റ് ഫ്രം എ പ്രിൻസിപ്പൽ, എഗെയിൻ അത് ഏത് ഹെഡിലാണ് വരിക? PGBP. സോ ഇത് മാത്രമാണ് ഏത് ഹെഡിൽ വരുന്നത്? സാലറി. സോ ഫസ്റ്റ് വൺ ഈസ് കറക്റ്റ്. ഓക്കെ, അടുത്ത 15ാമത്തെ ചോദ്യം ആർക്കാണ് പറയാൻ പറ്റുക? പേഴ്സണൽ ഇഫക്റ്റ് ഡസ് നോട്ട് കവർ ദി ഫോളോയിങ്. സോ പേഴ്സണൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ വസ്തുക്കൾ എന്നാണ്. പക്ഷെ ഈ വാക്കിനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡ് പഠിച്ചാലേ നമുക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. പേഴ്സണൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യ വസ്തുക്കൾ, മൂവബിൾ ആയിട്ടുള്ള സ്വകാര്യ വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുക. ഓക്കെ, ഇപ്പൊ എൻ്റെ കയ്യിൽ ഞാൻ ധരിച്ചിരിക്കുന്ന വാച്ച്, ഇതെൻ്റെ പേഴ്സണൽ ഇഫക്റ്റ് ആണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പെൻ പേഴ്സണൽ ഇഫക്റ്റ് ആണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഐപാഡ് പേഴ്സണൽ ഇഫക്റ്റ് ആണ്. എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ പേഴ്സണൽ ഇഫക്റ്റ് ആണ്. ഇതെല്ലാം തന്നെ എന്താണ്? ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം എൻ്റെ പേഴ്സണൽ ഇഫക്റ്റ് ആണ്. ഓക്കെ, സോ ഇതെല്ലാം എൻ്റെ എന്താണ്? പേഴ്സണൽ ഇഫക്റ്റ് ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും പേഴ്സണൽ ഇഫക്റ്റിൽ നിന്ന് മൂവബിൾ ആണെങ്കിലും ചില കാര്യങ്ങളെ നമ്മൾ പേഴ്സണൽ ഇഫക്റ്റ് എന്ന് പറയില്ല. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, ജ്വല്ലറി, ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ്, ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, എനി വർക്ക് ഓഫ് ആർട്ട് വർക്ക്സ്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങളെ നമ്മൾ എന്തായി കണക്കാക്കില്ല? പേഴ്സണൽ ഇഫക്റ്റ് ആയിട്ട് കണക്കാക്കില്ല. എന്താണ് പറയുന്നത്? എൻ്റെ റീസൺ പറഞ്ഞു തരാം. പേഴ്സണൽ ഇഫക്റ്റ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി വരില്ല. ഒന്നുകൂടി പറയാം, പേഴ്സണൽ ഇഫക്റ്റ് വിൽക്കുകയാണെങ്കിൽ ടാക്സ് ലയബിലിറ്റി വരില്ല. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ഈ വാച്ച് ഞാൻ വിൽക്കുമ്പോൾ എനിക്ക് ടാക്സ് ലയബിലിറ്റി വരില്ല. ഈ ഐപാഡും പേനയും ഞാൻ വിറ്റാൽ എനിക്ക് ടാക്സ് ലയബിലിറ്റി വരില്ല. എൻ്റെ ഈ ഫോൺ ഞാൻ വിറ്റാൽ എനിക്ക് ടാക്സ് ലയബിലിറ്റി വരില്ല. മനസ്സിലായോ? കാരണം പേഴ്സണൽ ഇഫക്റ്റ് വിറ്റാൽ എനിക്ക് ടാക്സ് ലയബിലിറ്റി വരില്ല. പക്ഷെ ഞാൻ ഈ ഒഴിവാക്കിയ 6 കാര്യങ്ങളുണ്ടല്ലോ, അത് വിറ്റാൽ എനിക്ക് ടാക്സ് ലയബിലിറ്റി വരും. വിൽക്കുമ്പോൾ ലാഭം ഉണ്ടെങ്കിൽ ടാക്സ് ലയബിലിറ്റി വരും. സോ ഇവിടെ ചോദ്യം എന്താണ്? പേഴ്സണൽ ഇഫക്റ്റ് ഡസ് നോട്ട് കവർ ദി ഫോളോയിങ് എന്നാണ് ചോദ്യം. ഡസ് നോട്ട് കവർ ദി ഫോളോയിങ്. ജ്വല്ലറി വന്നില്ലേ? സോ ജ്വല്ലറി ഒരു പേഴ്സണൽ ഇഫക്റ്റ് അല്ല. ഡ്രോയിങ്സ് വന്നില്ലേ? സോ അതൊരു പേഴ്സണൽ ഇഫക്റ്റ് അല്ല. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇമ്മൂവബിൾ ആണ്, അതൊരിക്കലും ഒരു പേഴ്സണൽ ഇഫക്റ്റ് അല്ല. സോ ഇതും പേഴ്സണൽ ഇഫക്റ്റ് അല്ല. സോ ഓൾ ഓഫ് ദി അബോ, ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ്? സോ ഓപ്ഷൻ ഡി. ഇപ്പൊ ഡി ആണ് ഇവിടെ നമുക്ക് എന്തായിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ ആയിട്ട് വരും. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇതൊക്കെ നമ്മളെ ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് പോകുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ നമുക്കൊരു കാറ്റ് ലെവലിലുള്ള കുട്ടികൾക്ക് ഈ എന്താണ് ഒരു ക്യാപിറ്റൽ ഗെയിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സ്വാഭാവികമായും ബുദ്ധിമുട്ടായിരിക്കും. എനിവേ നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ധാരാളം ഡിസ്കസ് ചെയ്യാനുണ്ട്. എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഈസ് സെറ്റ് ടു ബി റെസിഡന്റ് ഇൻ ഇന്ത്യ. ഒരു HUF എപ്പോഴാണ് റെസിഡന്റ് ആയിട്ട് കണക്കാക്കുക? ഇതാണ് ചോദ്യം. HUF ഈസ് കൺസിഡർഡ് ആസ് റെസിഡന്റ് ഇൻ ഇന്ത്യ ഇഫ് ഫാമിലി ഹാസ് എ ഹൗസ് ഇൻ ഇന്ത്യ വെയർ സം ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് റിസൈഡ്. ആ ഫാമിലിക്ക് ഇന്ത്യക്കകത്തൊരു വീടുണ്ടാവുകയും അതിൽ ചില മെമ്പേഴ്സ് താമസിക്കുകയും ചെയ്താൽ ആ HUF റെസിഡന്റ് ആയി കണക്കാക്കാൻ പറ്റുമോ? തെറ്റാണ്, തെറ്റ്. അങ്ങനെ ഒരു കണ്ടീഷനേ ഇല്ല. HUF ഇന്ത്യക്കകത്ത് വീടുണ്ടാവണമെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. 2, മെമ്പർ ഓഫ് സച്ച് HUF ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദി പ്രീവിയസ്. അതിൽ ഒരു മെമ്പർ ഇന്ത്യയിൽ നിന്നാൽ ആ HUF റെസിഡന്റ് ആകുമോ? വീണ്ടും തെറ്റ്.
കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. യെസ്, അതാണ് പോയിന്റ്. ആ HUFന്റെ നിയന്ത്രണവും നടത്തിപ്പും എവിടെയായിരിക്കണം? ഭാഗികമായോ പൂർണ്ണമായോ ഇന്ത്യയിലാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം? റെസിഡന്റ് എന്ന് പറയാം. സോ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഇനി നാലാമത്തെ ഓപ്ഷൻ എന്താണ്? കർത്ത ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 9 out of 10 പ്രീവിയസ് ഇയേഴ്സ് പ്രിസീഡിംഗ് ദ റെലവന്റ് പ്രീവിയസ് ഇയർ. അല്ല, റെസിഡന്റ് ആവാനുള്ള കണ്ടീഷൻ അതൊന്നുമല്ല. റെസിഡന്റ് ഒന്നും ആവണമെങ്കിൽ HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആണ്. സോ അതുകൊണ്ട് ഇതിന്റെ ആൻസർ 16 C ആണ് വരിക. NSG ഗെയിമിംഗ് ആൻസർ D ആണ് പറഞ്ഞത്. നീ ഏതിന്റെ ആൻസർ ആടാ പറഞ്ഞത്? 15ന്റെ ആൻസർ ആണ് നീ പറഞ്ഞതെങ്കിൽ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. NSG ഗെയിമിംഗ് നീ 15ന്റെ ആൻസർ ആണെങ്കിൽ D ഓപ്ഷൻ ആണ്. PT കസിൻസ് ആൻസർ D ആണ് പറഞ്ഞിരിക്കുന്നത്. അത് 15ന്റെ ആൻസർ ആണെങ്കിൽ കറക്റ്റ് ആണ്. 16ന്റെ ആൻസർ D അല്ല, C ആണ് വരിക. 17ാമത്തെ ചോദ്യം, ഇൻകം ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ഫോർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വെയർ ഇൻഡെക്സേഷൻ ഈസ് റിക്വയർഡ്. പൊതുവേ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇവിടെ ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു 30% കൊടുത്തിട്ടുണ്ട്. ഒരു 30% നമുക്ക് തിരുത്തിയതിന് ശേഷം 20% ആക്കാം. അതൊന്ന് 20% ആണ്. അപ്പോൾ ആ 20% ആണ് നമുക്കിവിടെ കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം, ഇത് റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ബേസിക് എക്സംഷൻ ലിമിറ്റ് ഫോർ സീനിയർ സിറ്റിസൺ ഹു ഈസ് ഏജ് മോർ ദാൻ, അത് ആൻസർ തെറ്റാണ്. 60 years, 60 വയസ്സിന് മേലുള്ളവരുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 60 വയസ്സിന് മേലുള്ളവരുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 60 വയസ്സിന് മേലുള്ളവരുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? എനിവൺ? NSG ഗെയിമിംഗ് B, നിഷ്ഹാൽ ഷാ B, ഹിജാസ് C. B ആണ് ശരി ഉത്തരം. 3 lakh. സോ ഞാൻ ചോദിക്കട്ടെ, പറയാവോ? ആർക്കെങ്കിലും പറയാവോ? ആരെയാണ് നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് പറയുക? എനിവൺ? എപ്പോഴാണ് ഒരു വ്യക്തിയെ നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് പറയുക? എപ്പോഴാണ് നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് പറയുക? സീനിയർ സിറ്റിസൺ ആവണമെങ്കിൽ എഗെയിൻ 2 കണ്ടീഷനാണ്. ഒന്ന്, 60 വയസ്സിന് മേളിൽ പോയിരിക്കണം. ഹിജാസ് 80 വയസ്സല്ലടാ, 60 വയസ്സ്. അബ്ദുൽ ഗഫൂർ 60, വെരി ഗുഡ്. 60 to മെർസീന, കറക്റ്റ്. 60 to 79, 60 മുതൽ 79 വയസ്സ് വരെ ഉള്ളവരെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുക? സീനിയർ സിറ്റിസൺ. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, ഒരു കണ്ടീഷനും കൂടിയുണ്ട്. 60-നും 79-നും ഇടയിൽ വന്നാൽ മാത്രം പോരാ, ഒരു കണ്ടീഷനും. ഗൗരി, വെരി ഗുഡ്. റെസിഡന്റ് കൂടി ആയിരിക്കണം. ഈ 2 ക്രൈറ്റീരിയ ഒരുമിച്ച് വന്നാലേ നമുക്ക് അവരെ സീനിയർ സിറ്റിസൺ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളെ തെറ്റിക്കും. പ്രത്യേകിച്ച് ഇന്റർ ലെവലിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങളെ തെറ്റിക്കും. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ തരും, 60 വയസ്സിന് മേളിലുള്ള നോൺ റെസിഡന്റിന്റെ ക്വസ്റ്റ്യൻ തരും. നിങ്ങൾ 3 ലക്ഷം എടുത്ത് ചെയ്താൽ ഉത്തരം തെറ്റിപ്പോവും കേട്ടോ. അവിടെ അവർക്ക് 2.5 ലക്ഷം രൂപയുടെ ബെനിഫിറ്റേ ഉള്ളൂ, ഓർത്ത് വെച്ചോ. യെസ്, ഇനി നിങ്ങൾ തെറ്റിക്കില്ല. യെസ്, 3 lakh. ഇനി കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 2 ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടായിരിക്കും. വിച്ച് ഫോം ടു ബി ഫയൽഡ് ഫോർ TDS റിട്ടേൺ? TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. നോക്ക്, ഞാൻ മുഹമ്മദ് റാസിഖിനെ ജോലിക്കെടുത്തു, അനുരാഗിനെ ജോലിക്കെടുത്തു, ഗൗരിയെ ജോലിക്കെടുത്തു, സഫ്നാസിനെ ജോലിക്കെടുത്തു, നിഹാൽ ഷായെ ജോലിക്കെടുത്തു. ഞാൻ നിങ്ങളെ ജോലിക്കെടുത്തു, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ശമ്പളം തന്നു. ശമ്പളം തരുമ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് മുഴുവൻ കാശും കയ്യിൽ തൊട്ട് തരത്തില്ല. പകരം എന്ത് ചെയ്യുമെന്നറിയോ? അതിൽ നിന്ന് ഒരു എമൗണ്ട് ഞാൻ പിടിച്ചു വയ്ക്കും. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് പിടിച്ചു വയ്ക്കും. കാരണം സർക്കാരിന് നിങ്ങളെ വിശ്വാസമില്ല. സർക്കാരിന് നസീനെ, മുഹമ്മദ് റാസിഖിനെ ഒന്നും വിശ്വാസമില്ല. കാരണം ഞാൻ തരുന്ന ശമ്പളത്തിൽ നിങ്ങൾ ടാക്സ് അടച്ചില്ലെങ്കിലോ. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് പിടിച്ചിട്ടേ കൊടുക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശമ്പളം തരുമ്പോൾ ഞാൻ നിങ്ങളുടെ നിന്ന് ടാക്സ് കട്ട് ചെയ്തിട്ട് എന്ത് തരത്തുള്ളൂ. അപ്പോൾ ടാക്സ് കട്ട് ചെയ്തിട്ട് തന്നാൽ ആ കട്ട് ചെയ്ത ടാക്സ് ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. എന്നിട്ട് അടച്ചതിന് ശേഷം ഞാനൊരു ഫോം ഫയൽ ചെയ്യണം. ആ ഫോമിൻ്റെ പേരെന്ത്? ഇതാണ് ചോദ്യം. ഫോമിൻ്റെ പേര് 24Q. വെരി ഗുഡ്. പലരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. മോസീന പറഞ്ഞു 24Q, അമൃത, ആഷ്ലി, ജാസ്മിൻ 24Q. വെരി ഗുഡ്. 24Q എന്ന ഫോം വേണം ഫയൽ ചെയ്യാൻ. ഞാൻ ആ 24Qനകത്ത് കാണിക്കണം ഞാൻ ആരുടെ കയ്യിൽ നിന്നൊക്കെ പിടിച്ച ടാക്സ് ആണ് ഈ അടച്ചിരിക്കുന്നത് എന്നുള്ളത് കാണിച്ച് ഫയൽ ചെയ്യണം. ഇനി കുറച്ച് ഫോം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 27Q, 27EQ, 26Q.
അപ്പോൾ അത് നോക്കുക, 27Q എന്ന് വെച്ചാൽ എന്താ? 27Q ഞാൻ ഇന്ത്യക്ക് പുറത്തേക്ക് ഒരു പേയ്മെൻറ്റ് കൊടുക്കണം, ഇന്ത്യക്ക് അകത്തല്ല, ഞാൻ ഇന്ത്യക്ക് പുറത്തേക്ക് ഒരു പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്യേണ്ട ഫോം ഏതാണ്? ടാക്സ് പിടിച്ചിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഫോമാണ് 27Q. TCSൻ്റെ ഫോമാണ് 27EQ. 26Q സാലറി അല്ലാത്ത ഇപ്പം ഞാൻ കൊടുക്കുന്ന റെൻറ്റോ കമ്മീഷനോ അങ്ങനെയൊക്കെയുള്ള പേയ്മെൻറ്റ് കൊടുക്കുന്നില്ലേ, അപ്പം ഞാൻ ടാക്സ് കട്ട് ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട ഫോമാണ് ഇത് 26Q. സോ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം 24Q ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, വിച്ച് ഫോം ടു ബി ഫയൽഡ് ഫോർ TCS റിട്ടേൺ? ഞാൻ ഓൾറെഡി ആൻസർ ആവർത്തിച്ചതാണ്. TCS റിട്ടേൺ ഏത് ഫോം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക? 26Q, 24Q, 27EQ, 27Q ഏത് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക? 24Q എന്തായാലും അല്ല. 26Q നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാണ്? സാലറി അല്ലാത്ത മറ്റ് പേയ്മെൻറ്റുകൾ നടത്തുമ്പോൾ നമ്മൾ ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ടതാണ്. 27EQ ആണ് ഇതിൻ്റെ ഉത്തരം. യെസ്, 27Q തെറ്റാണ്. അടുത്ത 21ാമത്തെ ചോദ്യം, എഗെയിൻ ബിറ്റ് ഡിഫിക്കൽട്ട്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് സെൽഫ് ജനറേറ്റഡ് ക്യാപിറ്റൽ അസറ്റ് ബീങ് റൂട്ട് പെർമിറ്റ് ഷാൽ ബി, അതിൻ്റെ ആൻസർ നിങ്ങൾ നോട്ട് ചെയ്തോ, നിൽ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് സെൽഫ് ജനറേറ്റഡ് ക്യാപിറ്റൽ അസറ്റ്, സെൽഫ് ജനറേറ്റഡ് ക്യാപിറ്റൽ അസറ്റ് ബീങ് റൂട്ട് പെർമിറ്റ്. റൂട്ട് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബസ്സിൻ്റെയൊക്കെ റൂട്ട് പെർമിറ്റ് ഉണ്ടല്ലോ, നമ്മൾ ബസ് ഒരു റൂട്ടിൽ കൂടെ ഓടാനുള്ള അവകാശമാണ് റൂട്ട് പെർമിറ്റ്. അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇതൊക്കെ വിറ്റാൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകും. ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വിറ്റ വില മൈനസ് വാങ്ങിയ വില. സോ അപ്പോൾ അതിൻ്റെ വാങ്ങിയ വില എപ്പോഴും എന്തായിരിക്കും എന്നാണ് പറയുന്നത്? നിൽ. അത് നമ്മൾ സെൽഫ് ജനറേറ്റഡ് ആണെങ്കിൽ അതിൻ്റെ നിൽ. ഇതൊക്കെ നമ്മൾ ഇൻ്റർ ലെവലിൽ പഠിക്കും കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടേറിയ ക്വസ്റ്റ്യൻസ് കൂടി ഇതിൻ്റെ ഇടയിൽ വരും, എല്ലാം എളുപ്പമായിരിക്കില്ല. ദെൻ എ ഫോറിൻ കമ്പനി, ഞാനിത് പറഞ്ഞതാണ് നേരത്തെ, ഫോറിൻ കമ്പനി ഈസ് ലയബിൾ ടു സർചാർജ് അറ്റ് 5% ഇഫ് ദി ടോട്ടൽ ഇൻകം എക്സീഡ്സ്. ആർക്കെങ്കിലും പറയാമോ ആൻസർ? ആർക്കെങ്കിലും പറയാമോ? ഫോറിൻ കമ്പനി ഈസ് ലയബിൾ ടു സർചാർജ് അറ്റ് 5% ഇഫ് ദി ടോട്ടൽ ഇൻകം എക്സീഡ്സ്. ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി തന്നതാണ്. സഫ്ന സി, ആൻസർ സി. തെറ്റാണ് മോളെ, ഞാൻ നേരത്തെ എഴുതി തന്നതാണല്ലോ. 5% വരുന്നത് എപ്പോഴാണ്? യെസ്, അബ്ദുൽ ഗഫൂർ 10 കോടി. ജാസ്മിൻ എ, വെരി ഗുഡ്. 10 കോടിക്ക് മേളിൽ പോകുമ്പോഴാണ്. എക്സീഡ്സ് 10 crore. 10 കോടിക്ക് മേളിൽ പോകുമ്പോഴാണ്. അതിനാ വെരി ഗുഡ്. PT കസിൻസ് എ, വെരി ഗുഡ്. നമ്മൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഫോറിൻ കമ്പനികളെ സൂപ്പർ റിച്ച് ആണെങ്കിൽ സർചാർജ് കൊടുക്കണം, സൂപ്പർ റിച്ച് ആണെങ്കിലും സർചാർജ്. റിച്ച് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് ഇറ്റ് എക്സീഡ്സ് 1 CR. സൂപ്പർ റിച്ച് എന്ന് പറയുമ്പോൾ എത്ര എക്സീഡ് ചെയ്യുമ്പോൾ? 10 CR. 1 CR എക്സീഡ് ചെയ്താൽ എത്ര ശതമാനമാണ്? 2%. 10 CR എക്സീഡ് ചെയ്താൽ എത്രയാണ്? 5%. ഇവിടെ പറയുന്നത് ഫോറിൻ കമ്പനി ഈസ് ലയബിൾ ടു സർചാർജ് അറ്റ് 5% അല്ലേ? 5% വരുമ്പോൾ എത്ര എക്സീഡ് ചെയ്യുമ്പോഴാണ്? 10 കോടി എക്സീഡ് ചെയ്യുമ്പോഴാണ് വരിക. സോ 10 crore ആണ് കറക്റ്റ് ആൻസർ. ഇനി 23 നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു പോയാണ്. എനിവൺ ക്യാൻ, പറയാവോ? ആർക്കെങ്കിലും ആൻസർ പറയാവോ? മോസീനയ്ക്ക് സ്ക്രീൻ ക്ലിയർ അല്ല, ഞാൻ സൂം ചെയ്യാം കേട്ടോ. സാലറി പെയ്ഡ് ടു എ വർക്കിംഗ് പാർട്ണർ ഓഫ് എ ഫേം ഈസ് ചാർജബിൾ ടു ഇൻകം ടാക്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് സച്ച് പാർട്ണർ അണ്ടർ ദി ഹെഡ്. ഒരു പാർട്ണർഷിപ്പ് ഫേമിന് ഒരു പാർട്ണർക്ക് പാർട്ണർഷിപ്പ് ഫേം കൊടുക്കുന്ന സാലറി ഏത് ഹെഡിലാണ് വരിക? ഒരു പാർട്ണർക്ക് പാർട്ണർഷിപ്പ് ഫേം കൊടുക്കുന്ന സാലറി ഏത് ഹെഡിലാണ് വരിക? എനിവൺ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. PGBP-യിലാണ് വരിക. PGBP, ഇറ്റ് വിൽ ബി കമ്മിങ് അണ്ടർ ദ ഹെഡ് PGBP. യെസ്. ഇൻകം ഫ്രം അതർ സോഴ്സ് ആണോ? അല്ല. സാലറി ആണോ? അല്ല. നൺ ഓഫ് ദി അബോവ് ആണോ? എല്ലാം തെറ്റാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ലോട്ടറി അടിച്ചാൽ എത്ര ശതമാനമാണ് ടാക്സ്? എനിവൺ പറയാവോ? ലോട്ടറി അടിച്ചാൽ എത്ര ശതമാനമാണ് ടാക്സ്? ലോട്ടറി അടിച്ചാൽ എത്ര ശതമാനമാണ് ടാക്സ്? ലോട്ടറി അടിച്ചാൽ എത്ര ശതമാനമാണ് ടാക്സ്? എനി ഐഡിയ? പിടിച്ചോ, 30% ടാക്സ്. ലോട്ടറി അടിച്ചാൽ 30%. വെരി ഗുഡ്. നിഹാൽ, 30% ആണ് ടാക്സ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടാക്സ് പേബിൾ ഓൺ ലോട്ടറി ഇൻകം, മൊത്തം 3 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. അങ്ങനെയാണെങ്കിൽ ടാക്സ് എത്ര വരും? 3 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെങ്കിൽ ടാക്സ് എത്ര വരും? 3 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെങ്കിൽ ടാക്സ് എത്ര വരും? 90,000 വരും. എന്ത് സംശയം? 3 ലക്ഷത്തിന്റെ 30%, 90,000 രൂപ. സോ ആൻസർ ഈസ് എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അഭിനവ 1,40,000. നീ ഏതിന്റെ ഉത്തരവാടാ പറഞ്ഞത്? അഭിനവ 1,40,000 എന്താണ്? അത് ഏതിന്റെ ഉത്തരവാണ്? 1,40,000.
25 നോക്കൂ, സാലറി റിസീവ്ഡ് ബൈ എ മെമ്പർ ഓഫ് പാർലമെന്റ്. നമ്മുടെ നാട്ടിലെ എം പിമാർക്ക് കിട്ടുന്ന ശമ്പളം എക്സംപ്റ്റഡ് ആണോ? ഉത്തരം ശരിയാണോ തെറ്റാണോ? അറിയില്ലെങ്കിൽ നോക്കിയോ, അത് ടാക്സബിൾ ആണ്. സാലറി റിസീവ്ഡ് ബൈ എം പിമാർക്ക് കിട്ടുന്ന ശമ്പളത്തിന് ടാക്സ് ഉണ്ട്. അവർക്ക് കിട്ടുന്ന മറ്റു പല അലവൻസസുകൾക്കും എക്സംഷൻ ഉണ്ട്, പക്ഷെ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന് ടാക്സ് ഉണ്ട്. സോ സാലറി റിസീവ്ഡ് ബൈ മെമ്പർ ഓഫ് പാർലമെന്റ് ഈസ് എക്സംപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോൾസ് ആണ്. അത് ഫോൾസ് ആണ്. അടുത്തൊരു ചോദ്യം, ബിലേറ്റഡ് റിട്ടേൺ. എന്താണ് ഈ റിട്ടേൺ എന്ന് പറഞ്ഞാൽ? റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വർഷം കിട്ടുന്ന ഇൻകത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സബ്മിറ്റ് ചെയ്യണം. സോ യു നീഡ് ടു സബ്മിറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ ഇൻകം കമ്പ്യൂട്ടേഷൻ ടു IT ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു വർഷം, ഒരു പ്രീവിയസ് ഇയർ, അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? 1 ഏപ്രിൽ തുടങ്ങി അടുത്ത മാർച്ച് 31 വരെയാണ് നിങ്ങളുടെ ഒരു പ്രീവിയസ് ഇയർ. ഈ 365 അല്ലെങ്കിൽ 366 ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ ഇൻകം കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം യു നീഡ് ടു ഇൻഫോം ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? അത് പ്രീവിയസ് ഇയറിലല്ല. പ്രീവിയസ് ഇയർ കഴിഞ്ഞ് അസസ്മെന്റ് ഇയറിൽ എന്ത് ചെയ്താൽ മതി? അറിയിച്ചാൽ മതി. അസസ്മെന്റ് ഇയറിൽ നോർമലി സബ്മിറ്റ് ചെയ്യേണ്ടത് 31 ജൂലൈയിലാണ്. സോ ഇതിപ്പോൾ ഏത് വർഷമാണ്? 2024. ഏത് പ്രീവിയസ് ഇയർ ആണ്? 2023-24. എനിക്കുള്ള ഇൻകം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഇൻകത്തിന്റെ വിവരം നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ എപ്പോഴാണ് അറിയിക്കേണ്ടത്? ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും അറിയിക്കണ്ട. ഈവൻ അടുത്ത മാസം, അതിൻ്റെ അടുത്ത മാസം അറിയിക്കണ്ട. എപ്പോൾ അറിയിച്ചാൽ മതി? അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രീവിയസ് ഇയർ, അടുത്ത വർഷം 24-25 എന്ത് ചെയ്താൽ മതി? അറിയിച്ചാൽ മതി. എപ്പോൾ അറിയിക്കണം? 31 ജൂലൈ. ഇനി ഓഡിറ്റ് ഉള്ള ആൾക്കാരാണ്, അതൊക്കെ ഇന്റർലെവൽ പഠിക്കും. ആർക്കാണ് ഓഡിറ്റ് ഉള്ളവർക്കാണെങ്കിൽ 31 ഒക്ടോബർ വരെ സമയമുണ്ട്, അതിനുള്ളിൽ സമർപ്പിക്കാം. അപ്പോൾ ഇൻ കേസ് നമ്മൾ മറന്നുപോയി, റിട്ടേൺ സമർപ്പിക്കാൻ മറന്നുപോയി, കുഴപ്പമില്ല, താമസിച്ചായിരുന്നാലും എന്ത് ചെയ്താൽ മതി? അറിയിച്ചാൽ മതി. അങ്ങനെ താമസിച്ച് നമ്മൾ അറിയിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. അനുരാഗിന്റെ ബർത്ത്ഡേ ഞാൻ വിഷ് ചെയ്യാൻ മറന്നുപോയി, സോ ഞാൻ അനുരാഗിന് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അനുരാഗ് എന്ന് പറയും. യെസ് എന്ന് പറഞ്ഞതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാൻ ഞാൻ മറന്നുപോയി. സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ബിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റിപ്പോയി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തിരുത്തും. അപ്പോൾ ഇവിടെ ചോദ്യം, ബിലേറ്റഡ് ആയിട്ടാണ് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്തത്, അതെനിക്ക് തിരുത്താൻ പറ്റുമോ? നോക്കൂ, പണ്ട് പറ്റില്ലായിരുന്നു കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ അങ്ങനെ നിങ്ങൾ ബിലേറ്റഡ് ആയിട്ടാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് പിന്നെ തിരുത്താൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പം നിയമം മാറി. ഇപ്പം നിങ്ങൾക്ക് ബിലേറ്റഡ് റിട്ടേൺ എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ റിവൈസ്. ഇറ്റ് ക്യാൻ ബി റിവൈസ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇറ്റ് ക്യാൻ ബി റിവൈസ്ഡ്. സോ എന്താണ് ബിലേറ്റഡ് റിട്ടേൺ എന്ന് മനസ്സിലായല്ലോ. ബിലേറ്റഡ് റിട്ടേൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ റിവൈസ്. സോ യു കുഡ് റിവൈസ് ദറ്റ് ബിലേറ്റഡ് റിട്ടേൺ. അടുത്തത് 27ാമത്തെ ആൻസർ നിങ്ങൾക്ക് പറയാമോ? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയതാണ്. 27. ആൻ ഇന്ത്യൻ കമ്പനി ഈസ് ഓൾവേസ് റെസിഡന്റ് ഇൻ ഇന്ത്യ, ട്രൂ ഓർ ഫോൾസ്? ക്യാൻ എനിവൺ സേ? ആൻ ഇന്ത്യൻ കമ്പനി ഈസ് ഓൾവേസ് റെസിഡന്റ്, ശരിയാണോ തെറ്റാണോ? നിസാം, ട്രൂ. വെരി ഗുഡ്, ഇറ്റ് ഈസ് ട്രൂ. യെസ്, ഇന്ത്യൻ കമ്പനി എപ്പോഴും എന്തായിരിക്കും? റെസിഡന്റ് ആയിരിക്കും, ഒരു സംശയവും വേണ്ട, ട്രൂ ആയിരിക്കും. യെസ്, അബ്ദുൽ ഗഫൂർ, നിസാം, ഗൗരി, മുർഷിദ്, ജാസ്മിൻ, അനുരാഗ്, വെരി ഗുഡ്. അടുത്തൊരു ചോദ്യം, ലോസ് ഫ്രം ബിസിനസ്. കച്ചവടം നടത്തിയപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വന്നു. സ്വാഭാവികം, എല്ലാ ബിസിനസ്സും ലാഭകരമായിരിക്കുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരാം? നഷ്ടം വരാം. സോ ലോസ് ഫ്രം ബിസിനസ് കനോട്ട് ബി അഡ്ജസ്റ്റഡ് ഫ്രം. നിങ്ങൾക്ക് ഇപ്പം നോക്കൂ, നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകവുമായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ഒരു ബിസിനസ്സിൽ നിന്ന് ലോസ് ആണ്, എനിക്ക് വേറൊരു ബിസിനസ്സിൽ നിന്ന് എനിക്ക് എന്തുണ്ട്? ഇൻകം ഉണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ ഒരു അരി കച്ചവടം ഉണ്ട്, എനിക്ക് ഗോതമ്പ് കച്ചവടം ഉണ്ട്. ഞാൻ അരി കച്ചവടത്തിൽ നിന്ന് എനിക്ക് നഷ്ടം വന്നു, ഗോതമ്പ് കച്ചവടത്തിൽ നിന്ന് എനിക്ക് ലാഭം വന്നു. സോ ഈ നഷ്ടം എനിക്ക് ആ ലാഭമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മിച്ചം വരുന്ന ലാഭത്തിന് ഞാൻ ടാക്സ് അടച്ചാൽ മതി. ഇനി എനിക്ക് അരി കച്ചവടം ഉണ്ട്, എനിക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ട്. അരി കച്ചവടത്തിൽ വന്നിരിക്കുന്ന നഷ്ടം എനിക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകവുമായിട്ട് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അരിക്കച്ചവടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചവടത്തിൽ വരുന്ന നഷ്ടം നിങ്ങൾക്ക് സാലറി ഇൻകവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓർത്തോ, ബിസിനസ് ലോസ് ഒരിക്കലും നിങ്ങൾക്ക് സാലറി ഇൻകവുമായി അഡ്ജസ്റ്റ് ആവില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ബിസിനസ് ലോസ് യു കനോട്ട് അഡ്ജസ്റ്റ് അഗെയിൻസ്റ്റ് സാലറി ഇൻകം.
അതുപോലെ ബിസിനസ് ലോസ് കനോട്ട് ബി അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് കാഷ്വൽ ഇൻകം ലൈക്ക് വിന്നിംഗ് ഫ്രം ലോട്ടറി, ക്രോസ്വേർഡ് പസിൽസ്, ഹോഴ്സ് റേസസ്, കാർഡ് ഗെയിംസ്, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് പോലുള്ള ഇൻകവുമായിട്ട് അഡ്ജസ്റ്റ് ആവില്ല. സോ ബിസിനസ് ഇൻകം ബിസിനസ് ലോസ് അഡ്ജസ്റ്റ് ആകാത്തത് ഏതൊക്കെ ഇൻകത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട്? ബിസിനസ് ലോസ് അഡ്ജസ്റ്റ് ആകാത്തത് ഏതൊക്കെ ഇൻകത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആവില്ല? ഒന്ന് സാലറി, രണ്ട് കാഷ്വൽ ഇൻകം, മറ്റൊന്ന് അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ് ഓഫ് ഇൻകം. അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ് ഓഫ് ഇൻകം, പൂഴ്ത്തിവച്ച ഇൻകം, വെളിപ്പെടുത്താതെ പൂഴ്ത്തിവച്ച ഇൻകം. ഈ പറയുന്ന 3 ഇൻകത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബിസിനസ് ലോസ് അഡ്ജസ്റ്റ് ആവില്ല. വേറെ നിങ്ങൾക്ക് ഏത് ഇൻകവുമായിട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഹൗസ് പ്രോപ്പർട്ടി ഇൻകവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാം, ഇൻകം ഫ്രം അതർ സോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം, ഏത് ഇൻകവുമായിട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. ലോസ് ഫ്രം ബിസിനസ് കനോട്ട് ബി അഡ്ജസ്റ്റഡ് ഫ്രം വിന്നിംഗ് ഫ്രം ലോട്ടറി. കാഷ്വൽ ഇൻകം അല്ലേ? പറ്റൂ? വിന്നിംഗ് ഫ്രം ഹോഴ്സ് റേസ് പറ്റൂ? ഇൻകം ഫ്രം സാലറി പറ്റൂ? സോ cannot be adjusted from എന്താണ്? none of the above. So answer is D, none of the above. 29. Irrespective of the period of holding of asset, profit arising to a block of depreciable asset from transfer of such asset is always taxed as dash capital gain. നോർമലി നമ്മൾ ക്യാപിറ്റൽ അസറ്റുകളെ രണ്ടായി തരംതിരിക്കാറുണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ക്യാപിറ്റൽ അസറ്റ് നിങ്ങളുടെ കയ്യിൽ എത്ര നാളായി ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യു ആർ ക്ലാസിഫൈങ് ഇറ്റ് ഇൻ ടു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. ഓക്കെ, പക്ഷേ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ, ബിസിനസ്സിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അസറ്റ്, ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അസറ്റ്, അതിന് എത്ര വർഷം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും അതിനെ ഷോർട്ട് ടേം ആയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? കണക്കാക്കത്തുള്ളൂ. അതിനെ ഷോർട്ട് ടേം ആയിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കണക്കാക്കത്തുള്ളൂ. സോ എന്താണ് ആൻസർ? Irrespective of the period of holding asset, profit arising from block of depreciable asset from transfer of such asset is always taxed as short-term capital gain. Short-term capital gain. ഇനി 30. സർചാർജ് ഈസ് പേബിൾ അറ്റ് ഡാഷ് ബൈ ഇൻഡിവിജ്വൽ, കമ്പനി അല്ല കേട്ടോ, ഇൻഡിവിജ്വൽ, ഇഫ് ദി ടോട്ടൽ ഇൻകം എക്സീഡ്സ് 1 crore. നോക്കൂ, 1 കോടിക്ക് മേളിൽ ഇൻകം പോയാൽ ഇൻഡിവിജ്വൽസിനെ നമ്മൾ റിച്ച് ആയിട്ട് കണക്കാക്കും. 1 കോടിക്ക് മേളിൽ ഇൻകം ഉള്ള ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ, മോർ ദാൻ 1 crore ആണെങ്കിൽ, അവൻ 10% അടയ്ക്കേണ്ടത്. അത് 1 കോടിക്കും 2 കോടിക്കും ഇടയ്ക്കാണെങ്കിൽ. ഇനി 2 കോടിക്ക് മേളിലാണ്, 2 കോടിക്കും 5 കോടിക്കും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ, സോറി, ഞാൻ എഴുതിയതിനകത്ത് തെറ്റിപ്പോയി. മോർ ദാൻ 50 lakh, 50 ലക്ഷത്തിന് മേളിൽ പോവാണോ, 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഇൻകം എങ്കിൽ, യു നീഡ് ടു പേ സർചാർജ് അറ്റ് ദ റേറ്റ് ഓഫ് 10%. ഇനി 1 കോടിക്കും 2 കോടിക്കും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ യു നീഡ് ടു പേ 15% സർചാർജ്. ഇനി 2 കോടിക്കും 5 കോടിക്കും ഇടയ്ക്കാണെങ്കിൽ 25% സർചാർജ്. മോർ ദാൻ 5 കോടി ആണെങ്കിൽ 37% സർചാർജ്. നോട്ട് ചെയ്ത് വെച്ചോ. 50 ലക്ഷത്തിന് 1 കോടിക്ക് ഇടയ്ക്കാണെങ്കിൽ 10%, 1 കോടിക്കും 2 കോടിക്കും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ 15%, 2 കോടിക്കും 5 കോടിക്കും ഇടയ്ക്കാണെങ്കിൽ 25%, 5 കോടിക്ക് മേളിലാണെങ്കിൽ 37% സർചാർജ്. സോ ഇവിടെ സർചാർജ് ഈസ് പേബിൾ അറ്റ് ഡാഷ് ബൈ ഇൻഡിവിജ്വൽ വിത്ത് ടോട്ടൽ ഇൻകം എക്സീഡ്സ് 1 crore. 1 കോടിക്ക് മേളിലാണെങ്കിൽ എത്ര? അതായത് 1 കോടിക്ക് 2 കോടിക്ക് ഇടയ്ക്കാണെങ്കിൽ എത്ര ശതമാനമാണ് വരിക? 15%. സോ ദ ആൻസർ ഈസ് എ, 15%. സോ 30 ചോദ്യം നമ്മൾ എവിടെ നിന്ന് ഡിസ്കസ് ചെയ്തു? സോ സഫ്ന 15% കറക്റ്റ് ആണോ? ഹിബ ഗഫൂർ 15%, ജാസ്മിൻ 15, മൊസീന 15, അഷീം 15, സിനാൻ, അമൃത 15%. യെസ്, സോ ആൻസർ കറക്റ്റ് ആണ്, 15%. യു നോ ഗൗരി, അമൃത 15, ഗൗരി ബി ഏതിൻ്റെ ഉത്തരമാണ് പറഞ്ഞത്? ഇതിൻ്റെ ഉത്തരമാണ് പറഞ്ഞെങ്കിൽ തെറ്റാണ്. 31 നമ്മൾ ഇനി നേരെ GSTയിലേക്ക് പോവാണ്. ഫങ്ഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക്, ഇന്റർ ലെവലിൽ പഠിക്കുന്ന ഒരു സംഭവമാണ്. GST നെറ്റ്വർക്കിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫെസിലിറ്റേറ്റിംഗ് രജിസ്ട്രേഷൻ, ഫോർവേഡിംഗ് റിട്ടേൺ ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് അതോറിറ്റി, കമ്പ്യൂട്ടേഷൻ ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് IGST, ഓൾ ഓഫ് ദി അബോവ്. ഇതെല്ലാം ആരുടെ ഉത്തരം? ഇത് ആരുടെ ജോലി തന്നെയാണ്? ഈ കാണുന്ന സകലമായ കാര്യങ്ങൾ ആരുടെ തന്നെയാണ്? GSTNന്റെ ഫങ്ഷൻസിൽ പെടുന്നത് തന്നെയാണ്. ഫങ്ഷൻസ് ഓഫ് GSTN ഇൻക്ലൂഡ്
നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ആരാണ്? GSTN. കണക്കുകൾ, നിങ്ങൾ സമർപ്പിക്കുന്ന കണക്കുകൾ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും കൈമാറുന്ന ആരാണ്? GSTN തന്നെയാണ്. IGST കമ്പ്യൂട്ട് ചെയ്യുന്നതും സെറ്റിൽ ചെയ്യുന്നതും എല്ലാം ആര് തന്നെയാണ്? GSTN തന്നെയാണ്. സോ ഇതെല്ലാം GSTNന്റെ അത് തന്നെയാണ്. Can anyone tell me the answer of question number 32? ക്വസ്റ്റ്യൻ കാണുന്നില്ല എന്ന് പറയരുത്. ഞാൻ നല്ലതുപോലെ ഞാൻ ഇവിടെ സൂം ചെയ്യാം, പരമാവധി കിട്ടുന്നിടത്തോളം സൂം ചെയ്ത് തരാം. Can anyone tell me answer 32? Answer to the question 32. On petroleum crude, high-speed diesel, motor spirit commonly known as petrol, natural gas and aviation turbine fuel. ഈ 4 പ്രോഡക്റ്റുകളുടെ പ്രത്യേകത എന്താണ്? പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ് കോമൺലി നോൺ ആസ് പെട്രോൾ, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ. ഈ 5 പ്രോഡക്റ്റുകളുടെ പ്രത്യേകത എന്താണ്? ഈ 5 പ്രോഡക്റ്റുകളുടെ മേളിൽ GST ഇല്ല. ഇനി ഈ 5 പേർക്ക് ഒരു കൂട്ടുകാരൻ കൂടിയുണ്ട്. GST ഇല്ലാത്ത ഒരു കൂട്ടുകാരൻ കൂടിയുണ്ട്. അതായത് 6 പേർക്കാണ് GST ഇല്ലാത്തത്. ആ 6-മൻ ആരാണ്? Can anyone tell me? ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. പക്ഷെ 6-മൻ ആരാണെന്ന് പറയാവോ? എനിവൺ? ഇവിടെ 5 പേര് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാൾക്ക് കൂടി GST ഇല്ല. ആർക്കാണ്? ഇതാണ് ഗൗരി. ഫോറിൻ ലിക്കർ. മുസീന, ആൽക്കഹോൾ. യെസ്, ആൽക്കഹോൾ. ഫോറിൻ ലിക്കർ എന്നും ആൽക്കഹോൾ എന്നും അല്ല. PT കസിൻസ് ടൊബാക്കോ അല്ലട മോനെ. ഷമീം ഷാ ടൊബാക്കോ അല്ലട. അല്ല, ആൽക്കഹോൾ. അങ്ങനെ തന്നെ പറയേണ്ട പേര് ഇങ്ങനെയാണ്, ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്നാണ് പറയുക. ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഗുഡ് ട്രൈ. ആൽക്കഹോൾ എന്ന് പറയാം. ആൽക്കഹോളിക് ലിക്കർ ഫോർ മദ്യം. ഈ പറയുന്ന 6 പ്രോഡക്റ്റുകൾക്ക് മേളിൽ GST ഇല്ല. ഇത് നമുക്കറിയാം. ഇനി നമുക്ക് ഇവിടെ ഓപ്ഷൻ എന്താണ്? ഈ 5 പ്രോഡക്റ്റുകളുടെ കാര്യത്തിൽ എന്താണ് ഓപ്ഷൻ? GST ഈസ് നോട്ട് ലെവിഡ് അറ്റ് ഓൾ. ഇതിന് GST ചുമത്തുകയില്ല. തെറ്റാണ്. GST ഇല്ല. GST ചുമത്തുകയില്ലെന്നല്ല. അടുത്തത്, GST വിൽ ബി ലെവീഡ്, അതായത് നിലവിലില്ല, ബട്ട് വിൽ ബി ലെവീഡ് ഫ്രം എ ഡേറ്റ് ടു ബി നോട്ടിഫൈഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് GST കൗൺസിൽ. GST കൗൺസിൽ പറയുന്ന തീയതി മുതൽ അതിന്റെ മേളിൽ GST ചുമത്തും. അതാണ് ശരി. GST ഈസ് ലെവിഡ്. അയ്യോ തെറ്റ്. GST എന്ത് ചെയ്തിട്ടില്ല? ലെവി ചെയ്തിട്ടില്ല. നൺ ഓഫ് ദി അബോവ് തെറ്റ്. സോ ദ ആൻസർ ഈസ് എന്താണ്? GST will be levied from the date to be notified on the recommendation of GST Council. So GST Council പറയുന്ന തീയതി മുതൽ ഇതിന്റെ മേളിൽ എന്ത് വരും? GST വരും. പക്ഷെ ഇവന്റെ കൂട്ടുകാരുണ്ടല്ലോ, ആരാണ്? ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. അവന്റെ കാര്യത്തിൽ GST വരത്തേയില്ല. അവന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് പറയാം GST ഈസ് നോട്ട് ലെവീഡ് അറ്റ് ഓൾ. GST ഈസ് നോട്ട് ലെവീഡ് അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. പക്ഷെ ഇവിടെ ആൻസർ ഏതാണ് വരിക? 32-ന്റെ ആൻസർ B. യെസ്. 33. GST ഈസ് ലെവീഡ് ഓൺ സപ്ലൈ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സെപ്റ്റ് പറഞ്ഞു. GST ഈസ് ലെവീഡ് ഓൺ സപ്ലൈ ഓഫ് എല്ലാ ഗുഡ്സിന്റെയും സർവീസിന്റെയും മേളിൽ GST വരും. എക്സെപ്റ്റ് ഏതാണ്? സിമ്പിൾ ഉത്തരം. സിമ്പിൾ ഉത്തരം അല്ലേ? എന്താണ് സിമ്പിൾ ഉത്തരം? എന്താണ്? ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. എന്തെങ്കിലും സംശയമുണ്ടോ? ടൊബാക്കോയുടെ മേളിൽ GST ഉണ്ട്. നേരത്തെ പലരും ടൊബാക്കോയുടെ പേര് പറഞ്ഞു. മനസ്സിലാക്കുക, ടൊബാക്കോയ്ക്ക് GST ഉണ്ട് എന്ന് മാത്രമല്ല, ടൊബാക്കോയുടെ പ്രത്യേകത ഇതിന് GSTയും പ്ലസ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ ടാക്സ് ചുമത്തപ്പെടുന്ന പ്രോഡക്റ്റുകളിൽ ഒന്നാണ് ടൊബാക്കോ. ടൊബാക്കോയ്ക്ക് GST ഉണ്ട്. ഈ GST വന്നിട്ടും സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി അതിൻ്റെ മേളിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ് ടൊബാക്കോയുടെ പ്രത്യേകത. ഹെൽത്ത് കെയർ സർവീസിൻ്റെ മേളിൽ GST ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് എന്നാണ്. ഇറ്റ് ഈസ് ലെവീഡ്. എക്സംപ്റ്റഡ് ആണ്, ബട്ട് ലെവീഡ്. ഓൾ ഓഫ് ദി അബോവ് തെറ്റ ഉത്തരമാണ്. സോ ആൽക്കഹോൾ ലിക്കറിൻ്റെ മേളിലാണ് നമുക്ക് എന്തില്ലാത്തത്? GST ലെവി ചെയ്യാത്തത്. Can anyone tell me the answer of question number 34? 34-ന്റെ ആൻസർ ആർക്കെങ്കിലും പറയാവോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലോട്ടറി ആണ് ക്വസ്റ്റ്യൻ. Which article of Constitution outlines the composition and functions of GST Council? GST കൗൺസിലിന്റെ രൂപീകരണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിളിലാണ്? അമൃത പിന്നെ അല്ല.
279A, അതാണ് ആൻസർ. 279. 270 ആണോ? അല്ല, 246A GST ചുമത്തുന്നതിനെ പറ്റിയാണ്. 246A പറഞ്ഞിരിക്കുന്നത് GST ഇമ്പോസിഷനെ പറ്റിയാണ്. 269A IGSTയുടെ സെറ്റിൽമെന്റിനെ പറ്റിയാണ്. നമുക്ക് 279A എന്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? GST കൗൺസിലിന്റെ രൂപീകരണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആണ്. നമ്മൾ അങ്ങനെ GST പറഞ്ഞ് സുഖിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് നമുക്ക് 35 വീണ്ടും നമ്മൾ തിരിച്ച് ഇൻകം ടാക്സിലേക്ക് പോകണം. അത് കുറച്ച് ബുദ്ധിമുട്ടേറിയ ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ദി പ്രിസ്ക്രൈബ്ഡ് ഫോം ഫോർ ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫോർ ഇൻഡിവിജ്വൽസ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഏത് ഫോമിലാണ്? എന്ത് ഇൻകം ഉണ്ടെങ്കിൽ, സാലറിയും പെൻഷനും ഫാമിലി പെൻഷനും ഇവർ ഇൻട്രസ്റ്റ് ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ ഏത് റിട്ടേൺ ഉപയോഗിച്ച് വേണം ഇവർ ഫയൽ ചെയ്യാൻ? ജാസ്മിൻ നാസർ, ഏത് ഫോമാണ്? ITR 1. യെസ്, ITR 1. ITR 4 ആണോ? അല്ല. ITR 4 ഉപയോഗിക്കുന്ന ആരാണെന്നറിയോ? ITR 4 ഉപയോഗിക്കുന്നത് 44AD, 44ADA, 44AE പോലുള്ള പ്രിസംറ്റീവ് രീതിയിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന ഫോമാണ്. യെസ്, ഇത് അതർ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഉള്ളവരാണ് ഏത് ഉപയോഗിക്കുക? യെസ്. ദെൻ ITR 2, ഇൻഡിവിജ്വൽസ് ഹാവിങ് ഇൻകം അതർ ദാൻ PGBP, അതിനാണ് ഏത് ഉപയോഗിക്കുക? ITR 2 ഉപയോഗിക്കുക. സോ ഇതിൻ്റെ ആൻസർ ITR 1 ആണ്. Then 36, generally income is taxable under the head house property only when assessee is the dash of such house property. പറയാവോ? ഒരാളുടെ കയ്യിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരുന്നത് എപ്പോഴാണ്? അയാൾ ആ വീടിൻ്റെ എന്തായിരിക്കുമ്പോഴാണ് അയാളുടെ കയ്യിൽ ഇൻകം വരിക? ഒരു വ്യക്തി ആ വീടിൻ്റെ ഡാഷ് ആയിരിക്കുമ്പോഴാണ് അയാളുടെ കയ്യിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുക. എന്താണ്? ഓണർ ആയിരിക്കുമ്പോൾ, ടെനർ ആയിരിക്കുമ്പോൾ, ബോത്ത് ആയിരിക്കുമ്പോൾ, നൺ ഓഫ് ദി അബോ എന്തായിരിക്കും? എന്താ? ഓണർ ആയിരിക്കുമ്പോഴാണ് അയാളുടെ കയ്യിൽ എന്താവുക? ഡാഷ് ആയിരിക്കുമ്പോഴാണ് എന്തായിരിക്കുമ്പോൾ? ഓണർ ആയിരിക്കുമ്പോഴാണ് ഇതാവുക. യെസ്. In order to qualify as long-term capital asset, share of a private limited company should be held for more than dash months. 24 മാസം immediately before the date of transfer. ലിസ്റ്റഡ് കമ്പനി ആയിരുന്നെങ്കിൽ 12 മാസം. ലിസ്റ്റഡ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ 12 മാസമായിരുന്നു. 36 മാസം അല്ല, 6 മാസം അല്ല. 24 മാസത്തിൽ കൂടുതൽ വന്നാൽ അത് എന്താവും? 38, ലോസ് ഫ്രം ദി ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ഫോർ അസസ്മെന്റ് ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് ദ അസസ്മെന്റ്. അതായത് നിങ്ങളിപ്പോൾ ഈ പന്തയ കുതിരകൾ, റേസ് ഹോഴ്സസിനെ നിങ്ങൾ വളർത്തുകയും മത്സരത്തിനിറക്കി ട്രെയിനിങ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കുതിരയെ വാങ്ങുന്നു, വളർത്തുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, ഡ്രഗ്സ് കൊടുക്കുന്നു, ഇതെല്ലാം കൊടുത്ത് കുതിരയെ നിങ്ങൾ മത്സരത്തിന് പാകപ്പെടുത്തി എടുക്കുന്നു. എന്നിട്ട് കുതിരയെ കൊണ്ട് നിങ്ങൾ മത്സരിപ്പിക്കുന്നു. അത് തോറ്റു, സമ്മാനമൊന്നും അടിച്ചില്ല. സോ നഷ്ടം വന്നില്ലേ? ആ നഷ്ടം നിങ്ങൾക്ക് എത്ര വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. ക്യാൻ എനിവൺ ടെൽ മീ? ഈ ലോസ് നിങ്ങൾക്ക് എത്ര വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും? 4 വർഷത്തേക്കാണ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുക. സോ യു കുഡ് ക്യാരി ഫോർവേഡ് ഇറ്റ് ഫോർ 4 ഇയേഴ്സ്. 4 വർഷത്തേക്ക് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. 5 തെറ്റാണ്, PT കസിൻ തെറ്റാണ്, 6 തെറ്റാണ്, 8 തെറ്റാണ്. 4 വർഷത്തേക്കാണ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുക. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A ഈസ് അലൗഡ് അപ് ടു, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയായിരുന്നു. എൻ്റെ വേറൊരു മോഡൽ ക്വസ്റ്റൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എത്ര നാളത്തേക്ക് 87A റിബേറ്റ് എത്ര എമൗണ്ട് വരെ ഉണ്ടാവും? 39B 12,500 വരെ ഉണ്ടാവും. യെസ്, 12,500 രൂപ വരെ. നെക്സ്റ്റ്, ടോട്ടൽ ഇൻകം ഓഫ് ടാക്സ് കമ്പ്യൂട്ട് അറിയാവോ? ടാക്സ് കമ്പ്യൂട്ട് ചെയ്യോ? ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ പങ്കജ് aged 30 is 7,26,500. His tax liability for assessment year 23-24 7,26,500 രൂപ ഇൻകം ഉള്ള ഒരാളുടെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാം. ഞാൻ കമ്പ്യൂട്ട് ചെയ്യട്ടെ. ഫസ്റ്റ് 2.5 ലക്ഷത്തിന് ടാക്സ് ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് 2.5 ലക്ഷത്തിന് 5%. അപ്പം എത്ര വന്നു? 12,500. അത് നോക്കേ, 5 ലക്ഷത്തിന് മേളിലേക്ക് പോയേ, അതുകൊണ്ട് റിബേറ്റ് ഇല്ല. ഇനി എത്രയുണ്ട്?
2,26,500. ഇപ്പം എത്രയായി? 7,26,500 ആയില്ലേ? 2.5 2.5 2,26,500. 2.5 2.5 5 5 പ്ലസ് 2,26,500 7,26,500. ഇതിന് എത്ര 2,26,500 എത്ര ശതമാനമാണ്? 20% വരിക. 2,26,500 20% എടുത്ത് എത്ര വരും? 2,26,500 20% പറഞ്ഞേ 2,26,500 20% എത്ര വരും? 45,300. 45,300 പ്ലസ് 12,500 എത്ര വരുന്നുണ്ട്? 57,800. 57,800. ഇനി ഇതിൻ്റെ മേളിൽ എന്തുകൂടിയുണ്ട്? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4%. 57,800ൻ്റെ 4% സെസ് കൂടി എടുത്താൽ നിങ്ങൾക്ക് 57,800ൻ്റെ 4% എന്ന് പറയുമ്പോൾ 2,312 രൂപ വരും. സോ നിങ്ങൾക്ക് 60,112. 60,112. സോ ഇതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് നമുക്ക് ഫൈനലി വരുന്ന ടാക്സിനെ വി കുഡ് റൗണ്ട് ടു നിയറസ്റ്റ് 10 നിങ്ങൾക്ക് റൗണ്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര വരും? 60,110. ഇവിടെ ഓപ്ഷനിലുണ്ടല്ലോ 60,110. 52,310 തെറ്റ്, 72,410 തെറ്റ്, 73,410 തെറ്റ്. ഓക്കെ, നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ദിവസം ഏത്? ഏതാനും ദിവസങ്ങൾ മുന്നെയാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്തത്. സോ വി നോ ജാനുവരി 26, 1950 ആണ് ഉത്തരം. യെസ്. സോ 26 ജാനുവരി 1950. 26 ജാനുവരി 1947 ആണോ? തെറ്റ്. 15th ഓഗസ്റ്റ് അതൊക്കെ തെറ്റാണ്. സോ 26 ജാനുവരി 1950. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ആഗ്രിഗേറ്റ് ടേൺ ഓവർ? GSTയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ആഗ്രിഗേറ്റ് ടേൺ ഓവറിനകത്ത് വരാത്ത എന്തൊക്കെയാണ്? സോ ഒരു വ്യക്തിയുടെ ആഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തും? ഒരു വ്യക്തി എന്തൊക്കെ തരത്തിലുള്ള സപ്ലൈ നടത്തിയിട്ടുണ്ടോ അതെല്ലാം ആഡ് ചെയ്യണം. ഔട്ട്വേർഡ് സപ്ലൈ എന്തൊക്കെ സെയിൽ നടത്തിയിട്ടുണ്ടോ അത് ടാക്സബിൾ സെയിൽ ആയിക്കോട്ടെ, എക്സംപ്റ്റ് സെയിൽ ആയിക്കോട്ടെ, നോൺ ടാക്സബിൾ സപ്ലിമെന്റ്, പെട്രോൾ, ഡീസൽ, ഇതൊക്കെ ആയിക്കോട്ടെ, മദ്യം ആയിക്കോട്ടെ, അയാൾ എന്തൊക്കെ വിറ്റിട്ടുണ്ടോ അതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ആഗ്രിഗേറ്റ് ആണ്. പക്ഷെ പർച്ചേസ് എടുക്കാൻ പാടില്ല. എന്ത് മാത്രമേ എടുക്കത്തുള്ളൂ? സെയിൽസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സോ ഇവിടെ പറയാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ആഗ്രിഗേറ്റ് ടേൺ ഓവർ? നോട്ട് ഇൻക്ലൂഡഡ്. ആഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഉൾപ്പെടുത്താത്തത് എന്താണ്? എക്സംപ്റ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. എക്സംപ്റ്റ് സപ്ലൈ അല്ല, അത് നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. എക്സ്പോർട്ട് ഉൾപ്പെടുത്തണം. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഉൾപ്പെടുത്തണം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾ ഏത് തരത്തിലുള്ള വിൽപ്പന നടത്തിയാലും അതെല്ലാം ആഗ്രിഗേറ്റ് ആണോ? അതിനകത്ത് എന്താണ്? ഇൻ വാല്യൂ ഓഫ് ഇൻവേർഡ് സപ്ലൈ ഓൺ വിച്ച് ടാക്സ് ഈസ് പേയ്ഡ് അണ്ടർ റിവേഴ്സ് ഷെയർ. ഇൻവേർഡ് സപ്ലൈയുടെ അർത്ഥം പർച്ചേസ് എന്നാണ്. സോ പർച്ചേസ് ആണ് ശരി ഉത്തരം. പർച്ചേസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എടുക്കാൻ പാടില്ല. പർച്ചേസ് നമ്മൾ എടുക്കാൻ പാടില്ല. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ആഗ്രിഗേറ്റ് ടേൺ ഓവർ? അവിടെ നമ്മൾ പർച്ചേസിന്റെ വാല്യൂ എടുക്കാനായിട്ട് പാടില്ല. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇഫ് ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ്? നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സർവീസ് ചെയ്താൽ 30 ദിവസത്തിനുള്ളിൽ ബില്ല് കൊടുക്കണം. 30 ദിവസത്തിനുള്ളിൽ ബില്ല് കൊടുത്താൽ വാട്ട് ഈസ് ടൈം ഓഫ് സപ്ലൈ? ഒന്നുകിൽ ബില്ല് കൊടുത്ത ദിവസം അല്ലെങ്കിൽ പേയ്മെന്റ് കിട്ടിയ ദിവസം വിച്ചോറി സാറിൽ ഇത്രേ ഉള്ളൂ. ഞാൻ ഇന്ന് ഫെബ്രുവരി 1 ഞാൻ നിങ്ങൾക്കൊരു സർവീസ് ചെയ്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ആണ്. 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ ഒന്നുകിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ദിവസം അല്ലെങ്കിൽ പേയ്മെന്റ് കിട്ടിയ ദിവസം വിച്ചോറീസ് അല്ലേ. സോ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് or date on which supplier receives the payment, date of provision of service, earlier of A and B. So earlier of A and B. Very good. 43D. Then ഇനി 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തില്ലെങ്കിലോ? 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തില്ലെങ്കിലോ?
അങ്ങനെയാണെങ്കിൽ സർവീസ് കംപ്ലീറ്റ് ചെയ്ത ദിവസം അല്ലെങ്കിൽ പേയ്മെന്റ് കിട്ടിയ ദിവസം, വിച്ച് ഈസ് early. സർവീസ് കംപ്ലീറ്റ് ചെയ്ത ദിവസം. So date of issue of invoice or date on which supplier receives the payment, date of provision of service. ഇതിവിടെ earlier of A and B എന്നല്ല കേട്ടോ, earlier of B and C എന്ന്. അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നു, earlier of B and C. So ഓപ്ഷൻ നമ്പർ D ആണ് വരിക, B and C. വാല്യൂ ഓഫ് സപ്ലൈ ഷുഡ് ഇൻക്ലൂഡ്. ഈ വാല്യൂ ഓഫ് സപ്ലൈ നമ്മൾ എടുക്കും. വാല്യൂ ഓഫ് സപ്ലൈ പറ്റി പറഞ്ഞിരിക്കുന്നു CGST നിയമത്തിനകത്തുള്ള സെക്ഷൻ 15-നകത്താണ്. സോ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ, വാല്യൂ ഓഫ് സപ്ലൈക്കകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിരിക്കുന്നത് 15 സബ്സെക്ഷൻ 2-നകത്താണ്. So value of supply should include any non-GST taxes, duties, cess, fees, charges separately by the supplier. ഉറപ്പായിട്ടും അത് വാല്യൂ സപ്ലൈക്കകത്ത് ഉൾപ്പെടുത്തണം. 2, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി, ഡിലേഡ് പേയ്മെന്റ് ഓഫ് എനി കൺസിഡറേഷൻ ഫോർ എനി സപ്ലൈ. ഉറപ്പായിട്ടും അത് ഉൾപ്പെടുത്തണം. 2 ഉൾപ്പെടുത്തുന്നത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഉത്തരം ഏതായിരിക്കും വരിക? ഓൾ ഓഫ് ദി എബോവ്. ദെൻ സബ്സിഡീസ് ഉറപ്പായിട്ടും ഉൾപ്പെടുത്തണം. ഫ്രം അതർ ദാൻ എക്സെപ്റ്റ് പ്രൊവൈഡഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ നമ്മൾ വാല്യൂ സപ്ലൈ എന്ന് പറയുമ്പോൾ അതിനകത്ത് non-GST ടാക്സസ് ഒക്കെ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഗവൺമെന്റ് ഇതര സബ്സിഡികൾ, ഗവൺമെന്റിൽ നിന്നല്ലാത്ത സബ്സിഡികളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? ഓൾ ഓഫ് ദി എബോവ്. 46. Deposit towards tax, penalty, interest, fee or any other amount are credited into taxable person. നമ്മൾ സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള ടാക്സ്, ഇപ്പോൾ എനിക്ക് കുറേ ടാക്സ് അടയ്ക്കാനുണ്ട്, GST അടയ്ക്കാനുണ്ട്, ടാക്സ് അടയ്ക്കാനുണ്ട്, ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ട്, പെനാൽറ്റി അടയ്ക്കാൻ. സോ ഞാനിതെല്ലാം അടയ്ക്കുന്നു. ഈ അടയ്ക്കുന്ന കാശ് എവിടെ പോയാണ് റിഫ്ലക്റ്റ് ആവുക? അടയ്ക്കുന്ന ടാക്സ് എവിടെ പോയാണ് റിഫ്ലക്റ്റ് ആവുക? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഞാൻ അടയ്ക്കുന്ന തുക ആദ്യം പോയി റിഫ്ലക്റ്റ് ആവുന്നത് എവിടെയാണ്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഡെപ്പോസിറ്റ് ടുവേർഡ്സ് ടാക്സ്, പെനാൽറ്റി, ഇൻട്രസ്റ്റ്, ഫീ ഓർ എനി അതർ എമൗണ്ട് ആർ ക്രെഡിറ്റഡ് ഇൻടു ടാക്സ് ഇൻടു ദി ഡാഷ് ഓഫ് എ ടാക്സബിൾ പേഴ്സൺ. എവിടെയാണ് പോയി റിഫ്ലക്റ്റഡ് ആവുക? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. 47 പറയാവോ? 47. 47. Can anyone tell me the answer of 47? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. Which input tax cannot be claimed against which output tax liability? പരസ്പരം സെറ്റ് ഓഫ് ആവാത്ത ഇൻപുട്ട് ടാക്സ്, ഔട്ട്പുട്ട് ടാക്സ് ഏതൊക്കെയാണ്? അതിൽ IGST, SGST, അതായത് IGST ഇൻപുട്ട് ആണെങ്കിൽ SGST ഔട്ട്പുട്ട് ആണ്, SGST ഇൻപുട്ട് ആണെങ്കിൽ IGST ഔട്ട്പുട്ട് ആണ്, CGST ഇൻപുട്ട് ആണെങ്കിൽ IGST ഔട്ട്പുട്ട് ആണ്, അതുപോലെ തന്നെ CGST ഇൻപുട്ട് ആണെങ്കിൽ SGST ഔട്ട്പുട്ട് ആണ്. ഈ പരസ്പരം സെറ്റ് ഓഫ് ആവാത്തത് ഏതാണ്? IGST SGSTയും പരസ്പരം സെറ്റ് ഓഫ് ആകുമോ? ഉറപ്പായിട്ടും സെറ്റ് ഓഫ് ആവും. SGST IGSTയും പരസ്പരം സെറ്റ് ഓഫ് ആവുമോ? അതും സെറ്റ് ഓഫ് ആവും. CGST IGST സെറ്റ് ഓഫ് ആവുമോ? അതും സെറ്റ് ഓഫ് ആവും. അപ്പോൾ സെറ്റ് ഓഫ് ആവാത്തത് ഏതാണ്? CGSTയും SGSTയുമാണ് പരസ്പരം സെറ്റ് ഓഫ് ആവാത്ത. എല്ലാവരും ഉത്തരം പറഞ്ഞല്ലോ, വെരി ഗുഡ്. CGSTയും SGST. സൂപ്പർ സൂപ്പർ, പൊളി. ദെൻ അടുത്തത് 48 ഞാൻ പറയാം കേട്ടോ. ഹൂ ഈസ് റിക്വയർഡ് ടു ഫർണിഷ് ദ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ ഇൻ ഫോം GSTR1? ആരാണ് GSTR1 സമർപ്പിക്കേണ്ടത്? ഇതാണ് ചോദ്യം. ആരാണ് GSTR1 സമർപ്പിക്കേണ്ടത്? പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ കോമ്പോസിഷൻ സ്കീം. നോക്കൂ, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് GSTR4 ആണ് ആപ്ലിക്കബിൾ ആവുക. നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ GSTR5 ആണ് ആപ്ലിക്കബിൾ ആവുക. സോ അവർക്ക് രണ്ടുപേർക്ക് ഏത് ആപ്ലിക്കബിൾ അല്ല? GSTR1 ആപ്ലിക്കബിൾ അല്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഏതായിരിക്കും ആൻസർ? നൺ ഓഫ് ദി എബോവ്. മേളിൽ പറഞ്ഞിരിക്കുന്ന ആരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓപ്റ്റ് ചെയ്യേണ്ട ആവശ്യം, GSTR1 ഫയൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. GSTR1 എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, GST റിട്ടേൺ ഉണ്ടല്ലോ. നമ്മുടെ ഒരു മാസത്തെ സെയിലിൻ്റെ വിവരം, ഒരു മാസത്തെ ഒരു ടാക്സ് പീരീഡിൽ, നോർമലി ഒരു മാസം, ചില ആൾക്കാർക്ക് ക്വാർട്ടർലി, ആ ഒരു മാസം അല്ലെങ്കിൽ ക്വാർട്ടർലി നമ്മൾ നടത്തിയിരിക്കുന്ന മൊത്തം സെയിലിൻ്റെ വിവരങ്ങൾ നമ്മൾ GST ഡിപ്പാർട്ട്മെൻറ്റിനെ ഏത് ഫോമിലൂടെയാണ് അറിയിക്കേണ്ടത്? ഏത് ഫോമാണ്? GSTR1. പക്ഷെ ചില ആൾക്കാർക്ക് GSTR1 പകരം വേറെ ഫോം ഉപയോഗിക്കാം. കോമ്പോസിഷൻ ഡീലേഴ്സ് ആണെങ്കിൽ GSTR4, NRTP ആണെങ്കിൽ GSTR5. അവർക്കൊന്നും തന്നെ GSTR1 ബാധകമല്ല. 49ാമത്തെ ചോദ്യം നിങ്ങൾക്ക് വേണ്ട കേട്ടോ, കാരണം GSTR2 എന്ന് പറയുന്ന ഫോം ഇപ്പം നിലവിലില്ല എന്നുള്ളതാണ്. എങ്കിലും ഞാൻ പറയാം, GSTR2-നകത്ത് മുമ്പുണ്ടായിരുന്നു. നിങ്ങളുടെ പർച്ചേസിൻ്റെ വിവരങ്ങളാണ് വന്ന് റിഫ്ലക്റ്റ് ആവുക, ഇൻവേർഡ് സപ്ലൈസിൻ്റെ വിവരങ്ങളാണ് വന്ന് റിഫ്ലക്റ്റ് ആവുക. 50ാമത്തെ ചോദ്യം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കട്ടെ. 50ാമത്തെ ചോദ്യം, ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് ഫൈനൽ റിട്ടേൺ. അപ്പം ഞാനൊന്ന് പറയാം, ഫൈനൽ റിട്ടേൺ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആരാണ്? GST രജിസ്ട്രേഷൻ ഉള്ള കച്ചവടക്കാരാണ് ഏത് ഫയൽ ചെയ്യേണ്ടത്? റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അല്ലേ? GST രജിസ്ട്രേഷൻ ഉള്ളവരാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണം, ചില ആൾക്കാർ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യണം, പിന്നെ ആനുവൽ റിട്ടേൺ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഫൈനൽ റിട്ടേൺ എന്ന് വെച്ചാൽ? ഫൈനൽ റിട്ടേൺ എന്ന് വെച്ചാൽ നമ്മൾ അവസാനമായി ഫയൽ ചെയ്യുന്നത്. അവസാനം വെച്ചാൽ മരിക്കാൻ പോകുന്നതിന് മുമ്പ് ഫയൽ ചെയ്യുന്നത്. എങ്ങനെയാണ് ഫൈനൽ റിട്ടേൺ എന്ന് വെച്ചാൽ? ഞാൻ എൻ്റെ ബിസിനസ് അവസാനിപ്പിച്ചു, ഇനി ഞാൻ ബിസിനസ് ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യണം അവസാനം. അപ്പോൾ ഇത് ഞാൻ എപ്പോഴാണ് ഫയൽ ചെയ്യുക? 20th of the നെക്സ്റ്റ് മന്ത് ആണോ? അല്ല. 18th of the month succeeding the quarter ആണോ? അല്ല. ഇതാണ് ഉത്തരം. വിത്തിൻ 3 months of the date of cancellation of the or date of order of cancellation, whichever is later. Yes, so that is the answer. 31st December എന്ന് പറഞ്ഞാൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് ആണ് ഇത്, 31st December. സോ സി, ഒരുപാട് പേര് സി പറഞ്ഞിട്ടുണ്ട്. ഗൗരി ഡി ആണ് പറഞ്ഞത് അല്ലേ? ആഷിം സിനാൻ 50 ഡി ആണ് പറഞ്ഞത്. ഡി അല്ലടാ, സി ആണ്. Then ഇത് പറയാം കേട്ടോ നിങ്ങൾക്ക്. രജിസ്ട്രേഷൻ അണ്ടർ GST ഈസ് നോട്ട് കമ്പൽസറി. ഇതിൽ ആർക്കൊക്കെയാണ് GST രജിസ്ട്രേഷൻ കമ്പൽസറി അല്ലാത്തത്? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ഒരു സംശയം വേണ്ട, രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് എടുത്തേ പറ്റുള്ളൂ. NRTP രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് എടുത്തേ പറ്റുള്ളൂ. ഇൻപുട്ട് സർവീസ് രജിസ്ട്രേഷൻ, ഡിസ്ട്രിബ്യൂട്ടർ രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് എടുത്തേ പറ്റൂ. സോ നൺ ഓഫ് ദി എബവ് ഈസ് നോട്ട് കമ്പൽസറി എന്നല്ലേ ചോദിച്ചത്? നൺ ഓഫ് ദി എബവ്. ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി 3 പേർക്കും നമുക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി തന്നെയാണ്. യെസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇൻഡയറക്ട് ടാക്സസ്? ഇൻഡയറക്ട് ടാക്സിന്റെ ഫീച്ചർ അല്ലാത്തത് എന്ത്? റിഗ്രസീവ് നേച്ചർ. ഇറ്റ്സ് വെരി മച്ച്, ഇറ്റ് ഈസ് ദി പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇൻഡയറക്ട് ടാക്സ്. ഇൻഡയറക്ട് ടാക്സുകളുടെ ഏറ്റവും പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? റിഗ്രസീവ് നേച്ചർ എന്ന് പറയുന്നത്. സോ ഉറപ്പായിട്ടും അത് അതിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ്. സപ്ലൈ ബേസ്ഡ് ടാക്സ്, GST ഒരു സപ്ലൈ ബേസ്ഡ് ടാക്സ് അല്ലേ? GST ഒരു ഇൻഡയറക്ട് ടാക്സ് അല്ലേ? സോ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഫീച്ചറാണ്. റേറ്റ് ഓഫ് ടാക്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. നോ പ്രീവിയസ് ഇയർ ആൻഡ് അസസ്മെന്റ് ഇയർ കൺസെപ്റ്റ്. GSTയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഡയറക്ട് ടാക്സിലോ പ്രീവിയസ് ഇയറോ അസസ്മെന്റ് ഇയറോ ഉണ്ടോ? ഇല്ല. അപ്പോൾ മറ്റൊരു പോയിന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നു നോക്കി, ഓരോ വ്യക്തികൾക്കും ഓരോ, അങ്ങനെയാണോ? ഓരോ പ്രോഡക്റ്റുകൾക്കല്ലേ ഓരോ റേറ്റ്, ഓരോ സർവീസിനല്ലേ ഓരോ റേറ്റ് അല്ലേ? ഓരോ പ്രോഡക്റ്റിനാണ് റേറ്റ്, ഓരോ സർവീസിനാണ് റേറ്റ്. ഇപ്പം നിങ്ങളൊരു ഐസ്ക്രീം മേടിക്കുകയാണ്, നിങ്ങളൊരു ബേക്കറി പോയി ഐസ്ക്രീം മേടിച്ചു. അതിപ്പോൾ മിഷാൽ പോയി മേടിച്ചതായിക്കോട്ടെ, ആഷ്ലി മേടിച്ചതായിക്കോട്ടെ, PT കസിം മേടിച്ചതായിക്കോട്ടെ, ഹിബ മേടിച്ചതായിക്കോട്ടെ, ഞാൻ മേടിച്ചതായിക്കോട്ടെ, നമ്മൾ ആര് പോയി ഐസ്ക്രീം മേടിക്കാൻ പോയിരുന്നാലും അതിന് ഒരേ റേറ്റ് തന്നെയാണ്. അല്ലാതെ മുഹമ്മദ് ഷാദ് പോകുമ്പോഴത്തേക്കും അവിടെ 5%, ഞാൻ പോകുമ്പോൾ 18% ആവുമോ? അല്ല. അപ്പോൾ അതൊരിക്കലും ഒരു ഫീച്ചർ അല്ല, IDTയുടെ ഫീച്ചർ അല്ല. സോ റേറ്റ് ഓഫ് ടാക്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇൻഡയറക്ട് ടാക്സ്. ആൻസർ ഈസ് സി. 53. Can anyone tell me an assessee who has opted composition scheme, is he eligible to take input tax credit? Is he eligible to take input tax credit? കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് ITC ലഭിക്കുമോ? കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കുമോ? യെസ് എന്നാണ് ഉത്തരമെങ്കിൽ തെറ്റാണ്. ക്രെഡിറ്റ് കിട്ടുമോ? മേ ബി ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നാണ്. അത് തെറ്റല്ലേ? നമുക്ക് ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. സോ ഉത്തരം എന്താണ്? നോ. യെസ്, സി. വെരി ഗുഡ്. ഇൻ സർട്ടൺ, ഒരു സർട്ടൺ കേസും ഇല്ല, ITC കിട്ടത്തില്ല, അത്രേ ഉള്ളൂ. 54 ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു പോയതാണ്, പറയൂ, ഓർമ്മയുണ്ടോ നോക്കട്ടെ. ആനുവൽ റിട്ടേൺ ഹാസ് ടു ബി ഫൈൽഡ് എവരി ഇയർ. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എപ്പോഴാണ്? 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 യെസ്, 31st December. 30th June തെറ്റാണ്, 30 September തെറ്റാണ്, 31st October തെറ്റാണ്. യെസ്. 55 പറയാം. 55 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സൺ ഈസ് നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ? രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തത് ആർക്ക്?
Which of the following person is not liable for registration? Registration ആവശ്യമില്ലാത്തതാർക്ക്? Person supplying exempted goods or services which are not liable for tax under GST. GST ഇല്ലാത്ത പ്രോഡക്റ്റുകൾ വിൽക്കുന്ന വ്യക്തികൾക്ക് GST രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ? വേണ്ട. അങ്ങനെയുള്ളവർക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ല. സി, ഞാനൊരു ഡോക്ടറാണ്, ഞാൻ ചികിത്സിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഡോക്ടർ ചികിത്സിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു എക്സംപ്റ്റഡ് സർവീസാണ്. ഡോക്ടറായ എനിക്ക് എന്തിനാണ് GST രജിസ്ട്രേഷൻ? എനിക്ക് എന്തിനാണ് GST രജിസ്ട്രേഷൻ? രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. മനസ്സിലായി? ഞാൻ പച്ചക്കറിയാണ് വിൽക്കുന്നത്, വെജിറ്റബിൾസ് ആണ് വിൽക്കുന്നത്, ഫ്രൂട്ട്സ് ആണ് വിൽക്കുന്നത്, അതിന് GST ഇല്ല. ഞാൻ ഫിഷ് വിൽക്കുന്ന ആളാണ്, മീറ്റ് വിൽക്കുന്ന ആളാണ്, ഇതിനൊന്നും തന്നെ GST ഇല്ല. പിന്നെ എന്തിനാണ് എനിക്ക് GST രജിസ്ട്രേഷൻ? അത് മാത്രമാണ് വിൽക്കുന്നതെങ്കിൽ എന്തിനാണ് എനിക്ക് രജിസ്ട്രേഷൻ? ഞാൻ മദ്യം മാത്രം വിൽക്കുന്ന ആളാണ്, മദ്യത്തിന് GST ഇല്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് എന്തിനാണ് രജിസ്ട്രേഷൻ? അതുപോലെ ആൻ അഗ്രികൾച്ചറിസ്റ്റ് ടു ദ എക്സ്റ്റെൻഡ് പ്രൊഡ്യൂസ് ഔട്ട് ഓഫ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്. ഞാനൊരു കർഷകനാണ്, ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമേ ഞാൻ വിൽക്കുന്നുള്ളൂ, രജിസ്ട്രേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. സോ ബോത്ത് എ ആൻഡ് ബി. സോ ഇതാണ് കറക്റ്റ് ഉത്തരം, ബോത്ത് എ ആൻഡ് ബി. സോ ആൻസർ ഈസ് സി. അതേപോലെ തെറ്റാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ടിവിറ്റി വിച്ച് ആർ നീദർ സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ സപ്ലൈ ഓഫ് സർവീസ്? ഇനി പറയുന്നതിൽ ഏതിനെയാണ് സപ്ലൈ ഓഫ് ഗുഡ്സോ സപ്ലൈ ഓഫ് സർവീസോ ആയിട്ട് കണക്കാക്കാത്തത്? സോ ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ലിസ്റ്റ്. സി, GST നെഗറ്റീവ് ലിസ്റ്റ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? പറയാമോ? നെഗറ്റീവ് ലിസ്റ്റ് എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? Can anyone tell me? നെഗറ്റീവ് ലിസ്റ്റ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് നെഗറ്റീവ് ലിസ്റ്റ്? എവിടെയാണ് നെഗറ്റീവ് ലിസ്റ്റ്? ഗൗരി, വെരി ഗുഡ്, വെരി ഗുഡ്. ഷെഡ്യൂൾ 3 മിടുക്കി. ഷെഡ്യൂൾ 3 പക്ഷെ ഇങ്ങനെ അല്ല കേട്ടോ എഴുതേണ്ടത്. ഗൗരി, ഷെഡ്യൂൾ 3 നമ്മൾ എഴുതേണ്ടത് ഷെഡ്യൂൾ ഇതാണ്, റോമൻ ലെറ്റർ. ഷെഡ്യൂൾ 3. ഓക്കെ. So, which of the following activities neither supply of goods nor supply of service? Services by employee to employer, അത് നെഗറ്റീവ് ലിസ്റ്റുള്ള ഐറ്റം തന്നെയാണ്. സർവീസ് ബൈ എനി കോർട്ട് ഓർ ട്രൈബ്യൂണൽ, നെഗറ്റീവ് ലിസ്റ്റുള്ളത് തന്നെയാണ്. ഫങ്ഷൻസ് പെർഫോംഡ് ബൈ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എക്സെട്ര, നെഗറ്റീവ് ലിസ്റ്റുള്ളത് തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ്. കറക്റ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ്. 57. എ പേഴ്സൺ ഹാവിങ് മൾട്ടിപ്പിൾ ബിസിനസ്, ഒരാൾക്ക് ഒന്നിലധികം ബിസിനസ് ഉണ്ട്, റിക്വയർഡ് രജിസ്ട്രേഷൻ, അയാൾക്ക് സിംഗിൾ രജിസ്ട്രേഷൻ മതിയോ അതോ ഓരോ ബിസിനസ്സിനും പ്രത്യേകം വേണോ? ഈതർ ഓഫ് ദി ടു, ഏതെങ്കിലും ഒന്നിന് മതിയോ? നൺ ഓഫ് ദി എബോവ്. ഏതാണ് ഇതിൻ്റെ ഉത്തരം? ഇതാണ് ചോദ്യം. ഒന്നിലധികം ബിസിനസ് ഉണ്ടെങ്കിൽ അയാൾ എത്ര രജിസ്ട്രേഷൻ എടുക്കണം? ഒന്നിലധികം ബിസിനസ് ഉണ്ടെങ്കിൽ എത്ര രജിസ്ട്രേഷൻ എടുക്കണം? ഒരു രജിസ്ട്രേഷൻ മതിയോ അതോ ഓരോ ബിസിനസ്സിനും ഓരോ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ്റെ ആവശ്യം വേണോ എന്നുള്ളതാണ്. സോ നമ്മളത് മനസ്സിലാക്കണം, അതിൻ്റെ ഉത്തരം മനസ്സിലാക്കാം. നോർമലി നമുക്ക് ഒരു സ്റ്റേറ്റിൽ ഒറ്റ രജിസ്ട്രേഷൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാനിവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഒന്നിലധികം ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പേഴ്സണലി എൻ്റെ കാര്യം പറയാം, ഞാനൊരു ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്, സാധാരണക്കാരൻ. കുട്ടികൾക്ക് ഇൻകം ടാക്സും GST ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതെൻ്റെ ഒരു തൊഴിലിൻ്റെ ഭാഗം കൂടിയാണ്. സോ അതെൻ്റെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമാണ്. ഇനി എനിക്ക് ചെറിയ തോതിൽ കുറച്ച് അഡ്വൈസ്, ഇൻകം ടാക്സും GST സംബന്ധമായിട്ടുള്ള കൺസൾട്ടിങ്ങും അതുപോലെ തന്നെ കുറച്ച് ടാക്സ് ഓഡിറ്റ് സംബന്ധമായ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് കുറച്ച് ഓഡിറ്റ് വർക്കുകളും പ്രോജക്റ്റ് പ്രിപ്പറേഷൻ, ഇങ്ങനെയൊക്കെ എനിക്ക് വേറൊരു സൈഡ് പരിപാടിയുണ്ട്, പിന്നെ ഒരു ക്ലാസ് എടുക്കുന്ന പരിപാടിയുണ്ട്. ഇപ്പോൾ ഇത് രണ്ട് ബിസിനസ്സാണ് എനിക്ക്. പക്ഷേ ഞാൻ കേരളത്തിൽ മാത്രം ലൊക്കേറ്റ് ചെയ്യുന്ന ആളാണ്. എനിക്കിവിടെ 2 രജിസ്ട്രേഷൻ വേണോ, എനിക്ക് ഒറ്റ രജിസ്ട്രേഷൻ മതിയോ? ഇതാണ് ചോദ്യം. നോർമലി നിങ്ങൾ ഒരു സ്റ്റേറ്റിൽ മാത്രമാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒന്നിലധികം ബിസിനസ് ചെയ്താലും നിങ്ങൾക്ക് ഒറ്റ രജിസ്ട്രേഷൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെടുക്കാം? വേറെ രജിസ്ട്രേഷൻ എടുക്കാം. നിങ്ങൾക്ക് ഒരു നിബന്ധനയില്ലെന്ന്, ഒന്നേ പാടുള്ളൂ എന്ന് പറയുന്നില്ല. വേറെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കും, ബിസിനസ് വെർട്ടിക്കൽസ് എന്നൊരു വാക്ക് ഉപയോഗിക്കും. ബിസിനസ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ബിസിനസ്സുകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ വേറെ രജിസ്ട്രേഷൻ എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ കേരളത്തിൽ തന്നെ 2 ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ബിസിനസ് വെർട്ടിക്കലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വേറെ ബിസിനസ് രജിസ്ട്രേഷൻ എടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ നോർമലി ഒരു രജിസ്ട്രേഷൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ പേഴ്സൺ ഹാവിങ് മൾട്ടിപ്പിൾ ബിസിനസ് റിക്വയർഡ് രജിസ്ട്രേഷൻ, നോർമലി ഇവിടെ പറയുന്നത് എന്താണ്? സിംഗിൾ രജിസ്ട്രേഷൻ്റെ ആവശ്യമുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈച്ച് ബിസിനസ് സെപ്പറേറ്റ്ലി എടുക്കുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ 2 എടുത്തിരിക്കണം എന്ന് പറയാൻ പറ്റത്തില്ല. വേണേൽ എടുക്കാം, അത്രേ ഉള്ളൂ.
ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട് ഈസ് മെൻഷൻഡ് ഇൻ വിച്ച് സെക്ഷൻ? സെക്ഷനൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ തന്നെ പറഞ്ഞുതരാം. 34 പറഞ്ഞിരിക്കുന്നത് ക്രെഡിറ്റ് നോട്ടിനെയും ഡെബിറ്റ് നോട്ടിനെയും പറ്റി. 58 ചോദ്യം കഴിഞ്ഞപ്പോൾ 59ാമത്തെ ചോദ്യം നമ്മൾ നേരെ കസ്റ്റംസ് വാല്യുവേഷനിലേക്ക് വരികയാണ്. ഇഫ് എയർ ഫ്രൈറ്റ് ഈസ് നോട്ട് ഗിവൺ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ടു ബി കൺസിഡേർഡ് ആസ്, അതായത് ഫ്ലൈറ്റിൻ്റെ കൂലി നിങ്ങൾക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ വാല്യുവേഷൻ എങ്ങനെ ചെയ്യും എന്നാണ് നിങ്ങളോട് ചോദ്യം. നിങ്ങൾ എടുക്കേണ്ടത് 20% ഓഫ് ദി FOB വാല്യൂ. FOB എന്നാൽ കസ്റ്റംസ് FOB എന്ന് പറയണം കേട്ടോ. 20% ഓഫ് കസ്റ്റംസ് FOB. 1.125% തെറ്റാണ്, 15% തെറ്റാണ്, 10% തെറ്റാണ്. അടുത്തത്, ഇൻ കസ്റ്റംസ് വെയർ ഹൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് പബ്ലിക് വെയർ ഹൗസ് ആവാം, പ്രൈവറ്റ് വെയർ ഹൗസ് ആവാം, സ്പെഷ്യൽ വെയർ ഹൗസ് ആവാം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ്. അടുത്തത്, ലിമിറ്റ് ഓഫ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഓഫ് ഇന്ത്യ. ക്യാൻ എനിവൺ ടെൽ മീ? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എത്ര കിലോമീറ്റർ ആണ്? നമ്മൾ ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വെച്ചാൽ കരയിൽ നിന്ന് കടലിലേക്ക്, കടലിലെ ദൂരത്തെയാണ്. ഈ കടൽ ദൂരത്തെ നമ്മൾ കിലോമീറ്ററിൽ അളക്കത്തില്ല. കടൽ ദൂരത്തെ നമ്മൾ നോട്ടിക്കൽ മൈലായിട്ടാണ് അളക്കുക. അപ്പോൾ എത്ര നോട്ടിക്കൽ മൈൽ ദൂരമാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഓഫ് ഇന്ത്യ? കരയിൽ നിന്ന് നോക്കിയാൽ, ബീച്ചിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ കടലിലേക്ക് എത്ര നോട്ടിക്കൽ മൈൽ വരെ നമുക്ക് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഉണ്ടാകുന്നു? വെരി ഗുഡ്, വെരി ഗുഡ്. 200 നോട്ടിക്കൽ മൈൽ, 200 നോട്ടിക്കൽ മൈൽ. Then 62, yes, 62. Safeguard duty imposed. Safeguard duty imposed. Safeguard duty എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. ഇതെന്തിനാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വലിയ തോതിൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇതേ പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ ഇൻഡസ്ട്രി നശിച്ചു പോകും. ഉദാഹരണത്തിന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വലിയ തോതിൽ നമ്മളിപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വലിയ തോതിൽ, അപ്പം ഇതേ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കച്ചവടം പൂട്ടിപ്പോകുന്ന അവസ്ഥ വരും. സോ അത് തടയാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് വരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മേളിൽ നമ്മൾ എന്ത് ചുമത്താറുണ്ട്? സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്താറുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെയുള്ള ഇലക്ട്രോണിക് ഉപകരണ നിർമ്മാതാക്കൾ രക്ഷപ്പെടും. സോ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തുനിന്ന് വരുന്ന ഇത്തരം പ്രോഡക്റ്റുകളുടെ മേളിൽ നമ്മൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്തുക. ഇനി ചോദ്യം എന്താണ്? സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇമ്പോസ്ഡ് ഷാൽ ബി ഇൻ ഫോഴ്സ് ഫോർ എ പീരീഡ് ഓഫ്, എത്ര കാലത്തേക്കാണ് നമ്മൾ ഒരു തവണ സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്തിയാൽ എത്ര കാലത്തേക്കാണ് നോർമലി അത് ചുമത്തുക? ഒരു തവണ നമ്മൾ ചുമത്തിയാൽ നോർമലി അത് 4 വർഷത്തേക്കാണ് ചുമത്തുക. ഇതിപ്പോൾ 2024 നമ്മൾ ചുമത്തിയാൽ 24, 25, 26, 27 4 വർഷത്തേക്കാണ് അത് ചുമത്തുക. സോ 4 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇമ്പോസിഷൻ ആൻഡ് ക്യാൻ ബി എക്സ്റ്റെൻഡ്. അത് നമുക്ക് എന്ത് ചെയ്യാം? അത് എക്സ്റ്റെൻഡ് ചെയ്യാം. നോട്ട് എക്സീഡിങ് 10 years, 10 വർഷം വരെ പോകാൻ പറ്റും. സോ ആൻസർ ഈസ് എ. 63ന്റെ ഉത്തരം ആർക്കെങ്കിലും പറയാമോ? സന ഷെറിൻ സന, 4 years, 10 years. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അതാണ് കറക്റ്റ് ഉത്തരം. ദെൻ 63 ആർക്കെങ്കിലും പറയാം? 63ന്റെ ഉത്തരം എന്താണ്? വേർ ദ ഇൻഷുറൻസ് എമൗണ്ട് ഈസ് നോട്ട് അവൈലബിൾ ഫോർ അസർട്ടൈനിങ് അസസിബിൾ വാല്യൂ ഫോർ കസ്റ്റംസ് ഡ്യൂട്ടി, പെർസെൻറ്റേജ് ഓഫ് FOB വാല്യൂ. FOB കസ്റ്റംസ് FOB ആണ് കേട്ടോ. കസ്റ്റംസ് FOBയുടെ എത്ര ശതമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത്? B, 1.125%. ഹിജാസ് നിഹാൽ ഷാ, വെരി ഗുഡ്, 1.125%. Dash means goods are cast into the sea to reduce weight of a ship. അതായത് ഇപ്പോൾ ഷിപ്പ് വെയിറ്റ് കൂടുതൽ കാരണം, ഷിപ്പ് കുറേ ഗുഡ്സ് കയറ്റി വന്നപ്പോൾ വെയിറ്റ് താങ്ങാൻ പറ്റാത്ത കാരണം നമ്മൾ ഗുഡ്സിനെ പുറത്തേക്ക് തള്ളും. ഓക്കെ, ഗുഡ്സ് വി വിൽ കാസ്റ്റ് ഇൻ ടു ദി, പുറത്തേക്ക് തള്ളും. അത് പിന്നീട് നമ്മൾ ബോട്ടിൽ വന്ന് കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുകയോ ചെയ്യും. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് കളയുന്ന ഗുഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അങ്ങനെ വിളിക്കുന്ന പേരാണ് ജെറ്റ്സാം എന്നാണ് പറയുക. ജെറ്റ്സാം. അണ്ടർലോഡ് തെറ്റാണ്, ഓവർലോഡ് തെറ്റാണ്, നൺ ഓഫ് ദി എബവ്, അതൊക്കെ തെറ്റാണ്. 65. A ship carries some goods, K, L, M and N. ഒരു ഷിപ്പിനകത്ത് 4 ഗുഡ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? K, L, M, N. എവിടെ നിന്നാണ് ഷിപ്പ് വരുന്നത്? സിംഗപ്പൂർ ടു ദുബായിലേക്ക് പോകുന്നതാണ് കേട്ടോ. സിംഗപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് അത് ചെന്നൈയിൽ കയറി. സിംഗപ്പൂരിൽ നിന്ന് ദുബായിക്ക് പോവാണ്, പോകുന്ന വഴിക്ക് ചെന്നൈയിൽ കയറി. L and M, KLMN, അതിൽ എല്ലും എമ്മും ചെന്നൈയിൽ ഇറക്കി ആൻഡ് ആർ മൂവ്ഡ് അറ്റ് ചെന്നൈ ഇൻ അനദർ വെസൽ.
ഓക്കെ, അതിൽ എൽ ചെന്നൈയിൽ ഇറക്കി, എന്നിട്ട് എൽ ബീങ് മെൻറ്റ് ഫോർ കൊച്ചി, എന്നിട്ട് എല്ലിനെ അവിടെ ഇറക്കിയിട്ട് ചെന്നൈയിൽ ഇറക്കിയിട്ട് അതിനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി കൊച്ചിയിൽ, എമ്മിനെ അവിടെ ഇറക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ദുബായിലേക്ക് പോയി. ബാക്കി കെയും എന്നും ആ ഷിപ്പിൽ തന്നെ എങ്ങോട്ട് പോവുകയും ചെയ്തു, ദുബായിലേക്ക് പോവുകയും ചെയ്തു. As per customs law, the transshipped goods are, so there is a concept called transit and transshipment. രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ട്രാൻസിറ്റും മറ്റൊന്ന് ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയും. ഒരു ഷിപ്പ് വരികയാണ്, ഓക്കെ, സിംഗപ്പൂരിൽ നിന്ന് വന്നു. അതിനകത്ത് എന്തൊക്കെയുണ്ട്? KLMN. ഇത് നേരെ ചെന്നൈ പോർട്ടിൽ കയറി, എന്നിട്ട് അവിടെ രണ്ട് പ്രോഡക്റ്റ് ഇറക്കി, എല്ലും എമ്മും അവിടെ ഇറക്കി, കെയും എന്നും ഷിപ്പിൽ തന്നെ ഉണ്ട്, എന്നിട്ട് ആ ഷിപ്പ് അങ്ങ് വിട്ടുപോയി. അപ്പം കെയും എന്നെ നമ്മൾ വിളിക്കുന്നതാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അതവിടെ ഇറങ്ങിയിട്ടില്ല, അത് അങ്ങനെ തന്നെ ഇങ്ങ് പോയല്ലോ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. എന്നാൽ രണ്ട് ഗുഡ്സ് അവിടെ ഇറക്കിയിട്ടുണ്ട്, ഏതാണ്? എല്ലും എമ്മും ഇറങ്ങി, അത് വേറൊരു ഷിപ്പിൽ കയറ്റിപ്പോയി. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ഷിപ്മെന്റ്. ചോദ്യം ഇതാണ്, ഇവിടെ ട്രാൻസ്ഷിപ്ഡ് ഗുഡ്സ് ഏതൊക്കെയാണ്? ട്രാൻസ്ഷിപ്ഡ് ഗുഡ്സ് ഏതൊക്കെയാണ്? ട്രാൻസ്ഷിപ്ഡ് ഗുഡ്സ് തന്നെയാണ് എല്ലും ഓൾ ഫോറിൻ ട്രാൻസ്ഷിപ്ഡ് ഗുഡ്സ് ആണോ? അല്ല. കെയും എന്നും എന്താണ്? ട്രാൻസിറ്റ്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ്. എൽ ഒള്ളി ആണോ? അല്ല. എല്ല് മാത്രമല്ലല്ലോ വേറെ ഷിപ്പ് കയറ്റി കൊണ്ടുപോയത്, എല്ലും എമ്മും വേറെ വേറെ ഷിപ്പ് കയറ്റി രണ്ട് ഡെസ്റ്റിനേഷനിലേക്ക് പോയില്ലേ. ദെൻ എൽ ആൻഡ് എം ട്രാൻസ്ഷിപ്ഡ് ഗുഡ്സ് ആണ്. രണ്ടാമത്തെ എബോ തെറ്റാണ്. സോ 65 ആൻസർ നോട്ട് ചെയ്തോ. അതിൻ്റെ ആൻസർ ഏതാണ്? എൽ ആൻഡ് under section 46 subsection 1, under section 46 Michelle answer correct ആണ്, C. Then under 46(1) an importer shall present bill of entry. നമ്മളൊരു ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഗുഡ്സ് വന്നത് ചിലപ്പോൾ ഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്ലൈറ്റിലായിരിക്കും വന്നത്, കണ്ടെയ്നറിലായിരിക്കും വന്നത്. അപ്പോൾ നമ്മുടെ ഗുഡ്സ് ഇപ്പോൾ ഒരു കണ്ടെയ്നറിൽ വന്നു, ആ ഗുഡ്സ് നമുക്ക് വിട്ട് കിട്ടണം. ഓക്കെ, അങ്ങനെ വിട്ട് കിട്ടണമെങ്കിൽ വി നീഡ് ടു പ്രസന്റ് എ ഡോക്യുമെന്റ് കോൾഡ് ബിൽ ഓഫ് എൻട്രി ടു ദി കസ്റ്റംസ് അതോറിറ്റീസ്. സോ വി നീഡ് ടു പ്രസന്റ് എ ബിൽ ഓഫ് എൻട്രി ടു കസ്റ്റംസ് അതോറിറ്റീസ്. സോ ബിൽ ഓഫ് എൻട്രി ബിഫോർ ദി എൻഡ് ഓഫ് നെക്സ്റ്റ് ഡേ എന്നാണ് പറയുക. ബിഫോർ ദി എൻഡ് ഓഫ് നെക്സ്റ്റ് ഡേ, അതായത് ഇന്നാണ് വന്നതെങ്കിൽ ഇന്ന് 1-ാം തീയതിയാണ്, 2-ാം തീയതിക്ക് മുന്നേ, നമ്മൾ 2-ാം തീയതി അവസാനിക്കുന്നതിന് മുന്നേ നമ്മൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യണം. സോ ഇവിടെ നെക്സ്റ്റ് ഡേ എന്നല്ല, 1 ഡേ 2 ഡേ 3 ഡേ 4 ഡേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? 1 2 3 4. ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും വരിക? യെസ്, 1 ഡേ. മുഹമ്മദ് ഷഹാദ് സിയ, ആരുടെ അവൻ? നീ ഏത് സി പറഞ്ഞത്? ഏതിൻ്റെ ആൻസറാണ് സി പറഞ്ഞത്? 65ൻ്റെ ആണ് നീ സി എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റാണ് കേട്ടോ, സോറി. ഞാൻ അതല്ല, 66ൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആൻസർ എ ആണ്, 1 ഡേ. ദെൻ 67 നിന്ന, 1 ഡേ ഇസ് കറക്റ്റ്. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ക്യാൻ ബി ലെവീഡ്. കേട്ടിട്ടുണ്ടോ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി? ഡംപിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ് കൊണ്ട് തട്ടുന്നതിനല്ലേ. അതായത് ഈ വിദേശത്ത് വേണ്ടാത്ത സാധനങ്ങളുണ്ടല്ലോ, അതായത് അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ട, അവിടെ ഉപേക്ഷിച്ച് പഴകി കഴിഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ വില കുറച്ച് ഇവിടെ കൊണ്ട് തള്ളും. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ പോരെ, നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടിയാൽ അതും കൂടി നമ്മൾ മേടിച്ചെടുക്കും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അവനറിയാം അവിടെ നിന്ന് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെയുള്ള വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തട്ടാനുള്ള ഒരു ഇടമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ പല വിദേശികളും കാണുന്നത്. സോ അവർ വളരെ ചീപ്പായിട്ട് എന്ത് ചെയ്യും? നമുക്കിവിടെ വേണ്ട ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ടല്ലോ, ഇലക്ട്രോണിക് ഐറ്റംസ്, അതാണ് മെയിൻ ആയിട്ടുള്ളത്. കാരണം അത് ഡിസ്പോസ് ചെയ്യാൻ പാടാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? വളരെ ചീപ്പായിട്ട് എന്ത് ചെയ്യും? ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യാണ്? കയറ്റിവിടുക. സോ ഇങ്ങനെ വരുന്ന ഡംപിംഗ് പ്രോസസ്സ് തടയാൻ വേണ്ടി ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി. സോ എന്തിനാണ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ചുമത്തുന്നത്? ഇതാണൊരു ചോദ്യം. എക്സ്പോർട്ട് ഓഫ് ക്യാൻ ബി ലെവീഡ് ഫോർ എക്സ്പോർട്ട് ഓഫ് എ പർട്ടിക്കുലർ ഐറ്റം ഓഫ് ഗുഡ്സ് ഇൻ ഹ്യൂജ് ക്വാണ്ടിറ്റി, റിഡക്ഷൻ ഓഫ് ക്വാണ്ടം ഓഫ് എക്സ്പോർട്ട് വെൻ ദർ ഇസ് ഹ്യൂജ് ഡിമാൻഡ്, unfair competition like selling goods at a low price compared to what prevail in the home country, supply of substandard goods. ശരിക്കും എന്താണ് നമുക്ക് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയുടെ എന്തിനാണ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ചുമത്തുന്നത്? ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ഈസ് ആക്ച്വലി ബീൻ imposed as a corrective measure for
എഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. അതൊരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസാണ്. അവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കയറ്റി അയക്കണം. അപ്പോൾ ഈ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് തടയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു തെറ്റായ കാര്യമാണ്. അപ്പോൾ അതിനുകൊണ്ട് നമ്മുടെ ലോകത്ത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഈ സംഘടന ഇത്തരം പ്രാക്ടീസസ് കണ്ടാൽ അത്തരം പ്രാക്ടീസ് തടയാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾക്ക് ഏത് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി. ഇത് ഉപയോഗിച്ചാണ് ഇന്ത്യ ഏത് ചുമത്തുന്നത്, അൺഫെയർ കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ചുമത്തുന്നത്. യെസ്. ഇൻ കേസ് ഓഫ് ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ത്രൂ കൊറിയർ, നമുക്ക് കൊറിയർ വഴി ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യാൻ പറ്റും. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഡ്യൂട്ടി പേബിൾ ഈസ് 150% നോർമൽ ഡ്യൂട്ടി, തെറ്റാണ്. ദർ ഈസ് റെസ്ട്രിക്ഷൻ ഓൺ വാല്യൂ, തെറ്റാണ്. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ, അത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. ദർ ഈസ് നോ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഡ്യൂട്ടി ഇൻവോൾവ്, തെറ്റാണ്. For refund of customs duty and interest, if any, thereon paid in excess by individual, claim has to be made. അതായത് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി നമ്മൾ അടച്ചു, കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചത് കൂടിപ്പോയെങ്കിൽ എത്ര നാൾക്കുള്ളിൽ നമ്മൾ റീഫണ്ട് ആവശ്യപ്പെട്ടിരിക്കണം? വിത്തിൻ 6 months നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റീഫണ്ട് ആവശ്യപ്പെട്ടിരിക്കണം എന്നാണ്. If the customs duty was paid under protest, claim has to be filed for refund within, ഇതിന് നോ ടൈം ലിമിറ്റ് ആണ്. ഇതൊന്ന് നിങ്ങൾക്ക് ഞാൻ ആൻസർ നിങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തെടുത്തോണം. വാട്ട് ഈസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ? അത് നമ്മൾ വീണ്ടും ഇൻകം ടാക്സിലേക്ക് തിരിച്ചു വരികയാണ്. വാട്ട് ഈസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇൻ കേസ് ഓഫ് ഷെയർസ് ഓർ യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് അസറ്റ്സ് ഹെൽഡ് ഫോർ ലെസ് ദാൻ 12 months, 12 മാസത്തിന് താഴെ ഹെൽഡ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞു ലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ്, യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്, ഇതെല്ലാം തന്നെ 12 മാസത്തിൽ താഴെയാണെങ്കിൽ ഷോർട്ട് ടേമും, 12 മാസത്തിൽ കൂടിപ്പോയാൽ അത് ലോങ് ടേമും ആയി മാറും. ദെൻ basic exemption limit under income tax for resident senior citizen whose age is more than 80 നമ്മൾ ഒരുപാട് കണ്ടതാണ്. എന്താണ്, 5 lakh ആണ് വരിക. What is the rate of income tax for domestic company excluding surcharge? ഡൊമസ്റ്റിക് കമ്പനികളുടെ ടാക്സ് റേറ്റ് എത്രയാണ് വരിക? ഡൊമസ്റ്റിക് കമ്പനിയുടെ ടാക്സ് റേറ്റ് എത്രയാണ്? 30, 40, 20, 50, 30% വരിക. ആക്ച്വലി 2 റേറ്റ് ഉണ്ട്, 25% ഉണ്ട്, അതുപോലെ തന്നെ 30% ഉണ്ട്. ക്രൈറ്റീരിയ ആണ്, പക്ഷേ 25 എന്നുള്ള റേറ്റ് ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള റേറ്റ് എത്രയാണ്? 30% ആണ് വരിക. സോ ദ ആൻസർ ഈസ് 30%. 74 ഫ്രീ മീൽ വർത്ത് 120 പെർ മീൽ ഫോർ 200 days പ്രൊവൈഡഡ് ബൈ എംപ്ലോയർ ഡ്യൂറിംഗ് വർക്കിംഗ് അവേഴ്സ് ഇൻ എ റിമോട്ട് ഏരിയ ഈസ്. റിമോട്ട് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, റിമോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ അങ്ങ് ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എംപ്ലോയർ ഭക്ഷണം പ്രൊവൈഡ് ചെയ്താൽ, ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്താൽ അത് ടാക്സബിൾ ആണോ എക്സംപ്റ്റഡ് ആണോ? മനസ്സിലാക്കണം, ദാറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. റിമോട്ട് ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ദാറ്റ് ഷാൽ ബി ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, അതിന് ടാക്സേ ഇല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി? സാലറി ഹെഡിൽ വരാത്തത് ഏതാണ്? പറയാവോ ആർക്കെങ്കിലും? സാലറി ഹെഡിൽ വരാത്തത് ഏതൊക്കെയാണെന്ന് പറയാവോ ആർക്കെങ്കിലും? Remuneration paid to lecturer of a college for setting a question paper by a university. ഒരു യൂണിവേഴ്സിറ്റിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം. സോ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ലെക്ചററെ വിളിച്ചിട്ട് പറയണേ, നീ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ശരിയാക്കി തരണം, അല്ലെങ്കിൽ സാർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി തരൂ എന്ന് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ ലെക്ചറർ യൂണിവേഴ്സിറ്റിയുടെ എംപ്ലോയി ആണോ? ആ കോളേജിൻ്റെ എംപ്ലോയി അല്ലേ? ആ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയതിന് യൂണിവേഴ്സിറ്റി ലെക്ചറർക്ക് എന്ത് കൊടുത്തു? ശമ്പളം കൊടുത്തു, അല്ലെങ്കിൽ ഫീസ് കൊടുത്തു. അത് ലെക്ചറുടെ കയ്യിൽ സാലറി ഇൻകം ആയിട്ടാണോ കണക്കാക്കുക? അതൊരിക്കലും ഒരു സാലറി ഇൻകം അല്ല. അതൊരിക്കലും ഒരു സാലറി ഇൻകം അല്ല. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് കണക്കാക്കാം. സാലറി റിസീവ്ഡ് ബൈ മെമ്പർ ഓഫ് പാർലമെന്റ്, MP-മാർക്ക് കിട്ടുന്ന ശമ്പളം ഇൻകം ഫ്രം അതർ സോഴ്സ്. കമ്മീഷൻ റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഡയറക്ടർ ഓഫ് എ കമ്പനി, ഇത് ഏത് ഹെഡിലാണ് വരിക? സാലറി. ബോത്ത് A and B തെറ്റാണ്. സോ ഇതെല്ലാം തെറ്റാണ്. കറക്റ്റ് ആൻസർ ഏതാണ്? C ആണ് വരിക. C. PT കസിൻസ് ആൻസർ C. വെരി ഗുഡ്, കറക്റ്റ് ആണ്. നെറ്റ് ആനുവൽ വാല്യൂ പറയാമോ ആർക്കെങ്കിലും? നെറ്റ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്തായിരിക്കും? നെറ്റ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്തായിരിക്കും? Net annual value of self for Jasmine. Very good, very good. Nil. Net annual value nil. Yes. 76 in answer B. 77. Deduction under section 35 AD ബുദ്ധിമുട്ടാണ്. 35 AD is available in respect of expenditure on specified business. നോക്കൂ,
14 ബിസിനസ്സുകളെ സ്പെസിഫൈഡ് ബിസിനസ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അണ്ടർ സെക്ഷൻ 35AD. 35ADക്കകത്ത് 14 ബിസിനസ്സുകളെ പറ്റി പറയുന്നുണ്ട്. ഈ 14 ബിസിനസ്സുകളിൽ ഇനി പറയുന്ന ഏതൊക്കെ ബിസിനസ് ഉൾപ്പെടും എന്നുള്ളതാണ് ചോദ്യം. സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് കോൾഡ് ചെയിൻ ഫെസിലിറ്റി, ഡെഫിനറ്റ്ലി അതൊരു സ്പെസിഫൈഡ് ബിസിനസ് ആണ്. സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് പവർ പ്ലാന്റ് സ്പെസിഫൈഡ് ബിസിനസ് അല്ല. സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻഡസ്ട്രി യൂണിറ്റ്. സോ ആൻസർ ഈസ് എ. ആൻസർ എ. While computing income from other source, deduction is not allowed to the assessee for. ഈ പറയുന്ന ഒന്നും ഡിഡക്ഷൻ ആയിട്ട് കിട്ടത്തില്ല. പേഴ്സണൽ എക്സ്പെൻഡിച്ചർ നമുക്ക് ഒരിക്കലും ഡിഡക്ഷൻ ആയിട്ട് കിട്ടത്തില്ല. ഡയറക്റ്റ് ടാക്സ് പേ ചെയ്ത് ഡിഡക്ഷൻ ആയിട്ട് കിട്ടത്തില്ല. ഇൻട്രസ്റ്റ് പേബിൾ ഔട്ട്സൈഡ് ഇന്ത്യ വിത്തൗട്ട് TDS ഡിഡക്ഷൻ ആയിട്ട് കിട്ടത്തില്ല. ഈ പറയുന്ന ഒന്നും തന്നെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടത്തില്ല. One of the following receipt is taxable under the head income from other source. ഇനി താഴെ പറയുന്നതിൽ ഒന്ന് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ഫ്രം എക്സ് എംപ്ലോയർ, ഇത് സാലറി ആണ്. ഇൻകം ഫ്രം റേസിംഗ് ഹോഴ്സ്, ഇത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. റെന്റൽ ഇൻകം, യെസ്, ഇത് ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഇത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. സോ ആൻസർ ഈസ് ബി. ആൻസർ ഈസ് ബി. 80. Income of a minor is clubbed, however clubbing provision is not applicable. ഒരു മൈനർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തികയാത്ത കുട്ടികളെയാണ് നമ്മൾ എന്തെന്ന് പറയാം, മൈനർ ചൈൽഡ്. മൈനർ ചൈൽഡിന്റെ ഇൻകം അവന്റെ പാരന്റിലേക്ക് ക്ലബ് ചെയ്യണം. മൈനർ ചൈൽഡിന് ഒരു ഇൻകം ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും മൈനർ ആണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഇൻകത്തിന് ടാക്സ് അടയ്ക്കേണ്ടത് നിങ്ങളുടെ പാരന്റാണ്. മൈനറിന്റെ ടാക്സ് അടയ്ക്കേണ്ടത് മൈനറിന്റെ പാരന്റ് ആണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ഏത് പാരന്റ്? അച്ഛനാണോ അമ്മയാണോ, ഫാദർ ആണോ മദർ ആണോ? ആർക്കാണോ കൂടുതൽ ഇൻകം ഉള്ളത് അവരുടെ ഇൻകത്തിലേക്കാണ് നിങ്ങളുടെ ഇൻകം ആഡ് ചെയ്യുക. പക്ഷെ അത് എപ്പോഴും അങ്ങനെ ആഡ് ചെയ്യേണ്ട, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മൈനറുടെ ഇൻകം ഈസ് ക്ലബ്ഡ്, ഹൗവർ ക്ലബിംഗ് പ്രൊവിഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. എപ്പോഴാണ് അത് ആപ്ലിക്കബിൾ ആകാത്തത്? മൈനർ ഈസ് എ മാരീഡ് ഡോട്ടർ. മൈനർ മാരീഡ് ഡോട്ടർ ആണെങ്കിലും പാരന്റിലേക്ക് ക്ലബ് ചെയ്തേ പറ്റുള്ളൂ. മൈനർ ഈസ് ഹാൻഡിക്യാപ്ഡ്, യെസ്, അത് കറക്റ്റ് ആണ്. മൈനർ ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ അവന്റെ ഇൻകം പാരന്റിലേക്ക് ക്ലബ് ചെയ്യരുത്. പാരന്റ്സ് ആർ സെപ്പറേറ്റഡ്, അതൊരു റീസണേ അല്ല. പാരന്റ്സ് സെപ്പറേറ്റഡ് ആയെന്ന് പറഞ്ഞിട്ട് പാരന്റ്സ് അവന്റെ അച്ഛനും അമ്മയും അല്ലാതായിരിക്കുമോ? അപ്പൊ അത് തെറ്റാണ്. നൺ ഓഫ് ദി അബവ് തെറ്റാണ്. സോ ആൻസർ ബി. സോ ആൻസർ ഈസ് ബി. 81 ആൻസർ പറയുമ്പോൾ ഞാൻ നേരത്തെ എഴുതി തന്നാണ്. വെൻ ദ ടോട്ടൽ ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ എക്സീഡ് 50 lakh, സർചാർജ് ഈസ് പേയബിൾ അറ്റ് എത്രയാണ് വരിക? Can anyone tell me? നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഞാനത് ഓൾറെഡി നിങ്ങൾക്ക് എഴുതി തന്നത് കൂടിയാണ്. പറഞ്ഞേ. 50 ലക്ഷത്തിന് മേളില് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർചാർജ് എത്ര ശതമാനമാണ് പേ ചെയ്യേണ്ടി വരിക? PT കസിൻ 5, ഗൗരി 5. ഈ ഫുട്ബോൾ അനശ്വര 5, BGMI ഗെയിമർ 10%. യെസ്, ഞാൻ എഴുതി തന്നാണ്, നേരത്തെ എഴുതി തന്നാണ്. എത്രയാണ്? 50 ലക്ഷത്തിന് മേളിൽ പോയാൽ റിച്ച് ആയിട്ട് കണക്കാക്കുക. 50 ലക്ഷത്തിന് 1 കോടിക്ക് ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ 10% വരിക. തന്നില്ലേ? 1 കോടിക്കും 2 കോടിക്കും ഇടയ്ക്കാണെങ്കിൽ 15%, 2 കോടിക്കും 5 കോടിക്കും ഇടയ്ക്കാണെങ്കിൽ 25%, എന്താണ് 5 കോടിക്ക് മേളിലാണെങ്കിൽ 37%. സോ അങ്ങനെ വരുമ്പോൾ ഇവിടെ റേറ്റ് എത്രയാണ് വരിക? കുഴപ്പമില്ല, ഇച്ചിരി കൺഫ്യൂഷൻ വരുന്നതാണ്. 5% എന്നുള്ള സർചാർജ് റേറ്റ് ഇല്ല. സർചാർജ് റേറ്റ് ഈസ് ആക്ച്വലി സ്റ്റാർട്ടിംഗ് ടു 10% ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽസ്. What is the prescribed form for filing income tax return for companies other than companies claiming exemption under section 11? So it is ITR 6. What is the threshold limit for composition tax levy? ആർക്ക് പറയാം? കോമ്പോസിഷൻ ഏതാണ്? എത്രയാണ് ടേൺ ഓവർ ലിമിറ്റ്? കോമ്പോസിഷൻ ലെവിയുടെ ടേൺ ഓവർ ലിമിറ്റ് എത്രയാണ്? കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാനുള്ള ടേൺ ഓവർ ലിമിറ്റ് എത്രയാണ്? കോമ്പോസിഷന്റെ ടേൺ ഓവർ ലിമിറ്റ് എത്രയാണ്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 1.5 crore. PT കസിൻ 1 crore. തെറ്റാടാ. സിയ, വെരി ഗുഡ്. 1.5 crore. മോസിന D, കറക്റ്റ് ആണ്.
What is the purpose of harmonized system of nomenclature, HSN? Harmonized system to regulate international customs duty, to classify product for taxation only, to organize global trade fairs, to systematically classify goods worldwide. So അതാണ് ആൻസർ. സിസ്റ്റമാറ്റിക്കലി അതായത് ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഈ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഷമീം എന്താ അനശ്വര പഠിച്ചുകൂടെ? എടാ നിനക്ക് അനശ്വരയുടെ കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ള യെസ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹാർമനൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ? HSN-ന്റെ പർപ്പസ് എന്താണ്? ഈ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് മാത്രം നടക്കുന്ന കാര്യമാണ്. നമുക്ക് ലോകത്താകമാനം നടക്കുന്ന സംഭവമാണ് എന്തെന്ന് പറയുന്നത് ട്രേഡ് എന്ന് പറയുന്നത്. ലോകത്താകമാനം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ലോകത്താകമാനം നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇന്ത്യക്കകത്ത് ഒരു പ്രോഡക്റ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന പേരായിരിക്കത്തില്ലല്ലോ ലോകത്തിന് പുറത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഓരോ ഇതിനും നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ഒരു പ്രോഡക്റ്റിന് തന്നെ പല പല പേരുകളായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റുകൾക്ക് ഒരു കോമൺ ഒരു പൊതുവായ ഒരു പേര് കൊടുക്കണം. അപ്പോൾ പേര് കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് പ്രോഡക്റ്റുകൾക്കെല്ലാം നമ്മൾ എന്ത് കൊടുക്കും, ഒരു നമ്പർ സിസ്റ്റം ഫോളോ ചെയ്യും. ഇപ്പം നിങ്ങൾ ഈ മൊബൈൽ ഫോൺ നമ്മൾ കയറ്റി വിടുന്നു. ഈ മൊബൈൽ ഫോണിന് ലോകത്തെല്ലായിടത്തും ഒരേ കോഡായിരിക്കും ഉണ്ടാവുക. സോ അതാണ് നമ്മളവിടെ കൊടുത്തത്. ടു സിസ്റ്റമാറ്റിക്കലി ക്ലാസിഫൈ ദ ഗുഡ്സ്. കൃത്യമായിട്ട് ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, HSN നമ്മൾ ഉപയോഗിക്കുന്നത്. What is the required number of digit of HSN code for business with an annual turnover up to 5 crore? 5 കോടി രൂപ വരെ ടേൺ ഓവർ ഉള്ളവർക്കുള്ള HSN കോഡ് എത്രയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? 4 ഡിജിറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 5 കോടിക്ക് മേളിൽ പോയാൽ അപ് ടു 5 CR വരെ ഉള്ളവർ 4 ഡിജിറ്റ് ഉപയോഗിക്കണം. മോർ ദാൻ 5 CR വന്നു കഴിഞ്ഞാൽ 6 ഡിജിറ്റ് ഉപയോഗിക്കണം എന്നാണ്. ഓക്കെ. In which scenario should a registered person issue a bill of supply instead of tax invoice? ടാക്സ് ഇൻവോയ്സിന് പകരം നമ്മൾ bill of supply ഇഷ്യൂ ചെയ്യേണ്ട സിറ്റുവേഷൻ ഏതാണ്? Can anyone tell me? ഏത് സാഹചര്യങ്ങളിലാണ്? When supplying goods or services with high value, തെറ്റുത്തരം. When supplying goods or services not exempted, തെറ്റുത്തരം. ഇതിൽ നമ്മൾ ഏത് തന്നെ ഉപയോഗിക്കണം? ടാക്സ് ഇൻവോയ്സ് ഉപയോഗിക്കണം. ഇതിൽ നമ്മൾ ഏത് ഉപയോഗിക്കണം? ടാക്സ് ഇൻവോയ്സ് ഉപയോഗിക്കണം. വെൻ സപ്ലൈയിങ് ഗുഡ്സ് ഓർ സർവീസസ് അണ്ടർ കോമ്പോസിഷൻ സ്കീം, ഇവിടെ നമ്മൾ ഏത് ഉപയോഗിക്കണം? ബിൽ ഓഫ് സപ്ലൈ ഉപയോഗിക്കണം. വെൻ സപ്ലൈയിങ് ഗുഡ്സ് ഓർ സർവീസ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്, ഇത് നമ്മൾ ടാക്സ് ഇൻവോയ്സ് തന്നെ ഉപയോഗിക്കണം. സോ ദ ആൻസർ ഈസ് സി. 87. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ റെസീറ്റ് വൗച്ചർ? റെസീറ്റ് വൗച്ചറിന്റെ പർപ്പസ് എന്താണ്? To confirm shipment of a goods തെറ്റ്, to provide a proof of delivery to the recipient തെറ്റ്, to evidence receipt of an advance payment. നിങ്ങൾക്കൊരു അഡ്വാൻസ് കിട്ടിയെങ്കിൽ അതിൻ്റെ തെളിവാണ് എന്തെന്ന് പറയുന്നത്, അഡ്വാൻസ് പേയ്മെൻറ്റ് കിട്ടിയതിനുള്ള തെളിവാണ് എന്തെന്ന് പറയുന്നത് റെസിപ്റ്റ് വൗച്ചർ. To indicate the mode of payment used by recipient തെറ്റ്. Yes. In which situation a registered person issue one or more credit note? നമ്മൾ എപ്പോഴാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന സിറ്റുവേഷൻ എപ്പോഴാണ്? നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത കാശ് നമുക്ക് പലപ്പോഴും തിരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം അവൻ ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല, അവൻ പറയണേ എനിക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ അവൻ ആ ഗുഡ്സ് നമുക്ക് തിരിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ അവന് കാശ് തിരിച്ചു കൊടുക്കണ്ടേ? നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമ്മൾ ടാക്സ് ഇൻവോയ്സ് കൊടുക്കും. അപ്പോൾ അവൻ തിരിച്ചു തരുമ്പോഴോ ആ ടാക്സ് ഇൻവോയ്സ് തിരിച്ചു മേടിച്ച് കീറി കളഞ്ഞാൽ മതി, പോരാ. വിറ്റപ്പോൾ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അവൻ ആ സാധനം തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു, നമ്മൾ അവന് കാശ് മടക്കി കൊടുത്തു എന്നതിൻ്റെ തെളിവാണ് എന്തെന്ന് പറയുന്നത് ക്രെഡിറ്റ്. ഇനി അവൻ മടക്കിയും തന്നിട്ടുണ്ടാവില്ല, നമ്മൾ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശുണ്ടല്ലോ ആക്ച്വലി കൂടിപ്പോയി, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ടാക്സ് തുക കൂടിപ്പോയി, അപ്പം നമ്മൾ അവനത് തിരിച്ചു കൊടുക്കണമല്ലോ. സോ പോയിന്റ് ഇത്രയേ ഉള്ളൂ, എപ്പോഴൊക്കെ നിങ്ങൾ കസ്റ്റമർക്ക് കാശ് തിരികെ കൊടുക്കേണ്ടി വരുന്നോ അപ്പോഴൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് ഇത് ക്രെഡിറ്റ് നോട്ട്. സോ ഇൻ വിച്ച് സിറ്റുവേഷൻ ക്യാൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ ഇഷ്യൂ വൺ ഓർ മോർ ക്രെഡിറ്റ് നോട്ട്? When they want to provide discount to the recipient. ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഇഷ്യൂ ക്രെഡിറ്റ് നോട്ട്. ദെൻ
when taxable value in a tax invoice is found to exceed the taxable value in respect of such supply. ടാക്സ് ഇൻവോയ്സിൽ കാണിച്ചിരിക്കുന്ന വില എന്തിനേക്കാൾ കൂടുതലാണ്? യഥാർത്ഥ ടാക്സബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണ്. ടാക്സ് ഇൻവോയ്സിൽ കാണിച്ച വില, ടാക്സ് ഇൻവോയ്സിൽ നമ്മൾ 1,00,000 കാണിച്ചു, പക്ഷെ അത് ഏതിനേക്കാൾ, യഥാർത്ഥ വിലയേക്കാളും കൂടുതലായിരുന്നു. അപ്പോൾ ടാക്സ് ഇൻവോയ്സിൽ കാണിച്ച തുക യഥാർത്ഥത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ അവൻ്റെ മേടിച്ച കാശ് തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? അപ്പോഴും നിങ്ങൾക്ക് ഏത് ഇഷ്യൂ ചെയ്യാം? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാം. ടു ക്ലെയിം എ റീഫണ്ട് ഓൺ എക്സസ് ടാക്സ് പെയ്ഡ്, അത് തെറ്റാണ്. വെൻ റെസിപ്പിയന്റ് റിക്വസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക, അവൻ പറയും എനിക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് തരുമെന്ന് പറയുമ്പോൾ അവന് ക്രെഡിറ്റ് നോട്ടാണ് എടുത്ത് കൊടുക്കേണ്ടത്? അല്ല, അത് നേരത്തെ ഇഷ്യൂ ചെയ്തതിൻ്റെ ബില്ലിൻ്റെ 2ാമത്തെ കോപ്പിയും കൊടുത്താൽ മതി. സോ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് എയും ബിയും നിങ്ങൾക്ക് ശരി ഉത്തരം തന്നെയാണ് കേട്ടോ. എങ്കിലും കുറച്ചുകൂടി ആപ്റ്റ് ഉത്തരം എന്ന് പറഞ്ഞാൽ ഏതാണ്? എ ആണ്. ബി ആണ്. എ തെറ്റെന്നല്ല, പക്ഷെ കറക്റ്റ് ഉത്തരം അവിടെ ബി ആണ്. കുറച്ചുകൂടി ചേരുന്ന ഉത്തരം ബി ആണ്. In which form is the electronic credit ledger maintained in each registered person eligible for input tax credit? നിങ്ങൾക്ക് PMD02 എന്ന് പറയുന്ന ഫോമിനകത്താണ് നിങ്ങൾ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് PMD02. Under what circumstance can a registered person avail the facility of provisional assessment in GST? ഇത് വേണ്ട നിങ്ങൾക്ക്. ഈ പ്രൊഫഷണൽ അസസ്മെൻറ്റ്, പിന്നെ അതുപോലെ ഈ 91, സ്പെഷ്യൽ ഓഡിറ്റ് 93, ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിട്ടുപോകണം. കാരണം ഓഡിറ്റ് ഒരുപാട് വലിയ ഏരിയാസാണ് ശരിക്കും പറഞ്ഞാൽ. അത് നിങ്ങൾക്ക് ആ ലെവലെന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽ പോലും പഠിക്കാനില്ല, അത് ഫൈനൽ ലെവലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പോട്ടെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. എന്താണ് ഈ ഓഡിറ്റ് എന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ അകത്ത് നമുക്ക് പോവാം. അതൊക്കെ നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ വി വിൽ ഡിസ്കസ്. ഓക്കെ. 94. In which scenario should a registered person issue a bill of supply instead of tax invoice? So bill of supply നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലോ. അത് സി തന്നെയാണ് വരിക, നമ്മളത് ഓൾറെഡി പറഞ്ഞു പോയതാണ്. According to section 37 of Income Tax Act, what is the treatment of expenditure incurred for the purpose that are offenses or prohibited by law? So അതായത് ഇൻകം ടാക്സ് നിയമത്തിലെ സെക്ഷൻ 37 ജനറൽ ഡിഡക്ഷനെ പറ്റിയാണ് പറയുന്നത്. ജനറൽ ഡിഡക്ഷൻ എന്ന് വെച്ചാൽ പൊതുവായി നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി ചെലവഴിക്കുന്ന എന്ത് എക്സ്പെൻസും നിങ്ങളുടെ ബിസിനസ് വരവിൽ നിന്ന് കുറയ്ക്കാം. പൊതുവായി നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി ചെലവഴിക്കുന്ന എന്ത് എക്സ്പെൻസും നിങ്ങളുടെ ബിസിനസ് വരവിൽ നിന്ന് കുറയ്ക്കാം. പക്ഷേ ആ എക്സ്പെൻസ് ഒരിക്കലും ഒരു ഇല്ലീഗൽ എക്സ്പെൻസ് ആകാൻ പാടില്ല. അതൊരിക്കലും ഒരു ഒഫൻസീവ് എക്സ്പെൻഡിച്ചർ ആകാൻ പാടില്ല. സോ ഇവിടെ പറയുന്നത് ഒഫൻസീവ് ആയിട്ട് അല്ലെങ്കിൽ നിയമവിരുദ്ധമായ എക്സ്പെൻസസ് കാര്യങ്ങൾക്ക് വേണ്ടി കാശ് ചെലവഴിച്ചാൽ അത് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? സച്ച് എക്സ്പെൻസ് ആർ ഫുള്ളി ഡിഡക്റ്റബിൾ തെറ്റാണ്. സച്ച് എക്സ്പെൻഡിച്ചർ പാർഷ്യലി ഡിഡക്റ്റബിൾ തെറ്റാണ്. സച്ച് എക്സ്പെൻഡിച്ചർ നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ കറക്റ്റ് ആണ്. സച്ച് എക്സ്പെൻഡിച്ചർ എക്സംപ്റ്റ് ഫ്രം ടാക്സേഷൻ തെറ്റാണ്. സോ സച്ച് എക്സ്പെൻഡിച്ചേഴ്സ് ആർ നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ്. നിങ്ങൾക്കൊരു വരുമാനം ഇന്ത്യക്ക് അകത്താണ് കിട്ടിയതെങ്കിൽ ഇത് ആരുടെ കയ്യിൽ ടാക്സബിൾ ആവും? റെസിഡന്റിന്റെ കയ്യിൽ ടാക്സബിൾ ആകും. നോൺ റെസിഡന്റിന്റെ കയ്യിൽ ടാക്സബിൾ ആവും. ഓൾ അസസീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ റെസിഡൻഷ്യൽ. ഇതാണ് കറക്റ്റ് ഉത്തരം. ഓൾ അസസീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ റെസിഡൻഷ്യൽ. നോട്ട് ഓൺ റെസിഡന്റിന്റെ കേസിൽ എന്താവും? ടാക്സബിൾ ആവും. അപ്പോൾ കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത് നോട്ട് ഇവരുടെ ഇതിനകത്ത് വരും. ആൻസൺസ് ഈ PDF തരും. പിന്നെന്താടാ, ഈ PDF നിനക്കുള്ളത് തന്നെയാണ്. ആൻസണ് കൊടുത്തിട്ടേ ഉള്ളൂ ഇന്ന് വേറെ ആർക്കും. പിന്നെ ഇൻസിഡൻസ് ഓഫ് ടാക്സേഷൻ ഡിപ്പെൻസ് ഓൺ. നമ്മൾ ടാക്സ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരാളുടെ കയ്യിൽ ടാക്സ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്തിനാണ്? ഒരാൾക്ക് ടാക്സ് ബാധ്യത വരുന്ന അയാൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിലാണോ, സിറ്റിസൺഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണോ, അക്കോമഡേഷൻ അടിസ്ഥാനത്തിലാണോ, മെറിറ്റൽ സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിലാണോ? വാട്ട് ഡു യു തിങ്ക്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ മേളിൽ ടാക്സ് ലയബിലിറ്റി വരുന്നത്? അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ അയാൾ ഇന്ത്യയിൽ താമസിക്കുന്നതുകൊണ്ടാണോ, അല്ല അയാൾ ഇന്ത്യയിൽ സിറ്റിസൺ ആയതുകൊണ്ടാണോ, അല്ല അയാൾ വിവാഹം കഴിച്ചിരിക്കുന്ന ഇന്ത്യയിൽ നിന്നായതുകൊണ്ടാണോ? അതൊന്നുമല്ല. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. 98. ആൻ ഇൻഡിവിജ്വൽ ബോൺ ഇൻ ഇന്ത്യ, 28 വയസ്സാണേ, ലെഫ്റ്റ് ഫോർ ദി ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് ഇന്ത്യ വിട്ട് പോവാണ്. എന്തിനു വേണ്ടി പോവാണ്? ഫോർ എംപ്ലോയ്മെന്റ്. എവിടെ പോവാണ്? ഫ്രാൻസ്. എംബാപ്പയുടെ നാട്ടിലേക്ക് പോവാണ്. ഓൺ 30/10/2022. 30/10/2022 ഹി വിസിറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ
ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നത്. ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ അസസ്മെന്റ് ഇയർ S23-24 30/10/2022. നോക്കൂ, തൊഴിൽ തേടി ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അവൻ 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവന് റെസിഡന്റ് ആയിട്ട് കണക്കാക്കുള്ളൂ. അവന് 63-65 ബാധകമല്ല. സോ ഇവൻ പോയത് 30/10/2022 അതായത് 30/10/2022 വരെ അവൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ എത്ര നാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു? കാൽക്കുലേറ്റ് ചെയ്ത് പറയാമോ? ഏപ്രിലുണ്ടല്ലോ, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 31, ഒക്ടോബർ 30. സോ ഇത് 122, ഇത് 92. സോ അങ്ങനെ വരുമ്പോൾ 214 ദിവസം ഇന്ത്യയിലുണ്ടല്ലോ അല്ലേ? 214 ദിവസം ഇന്ത്യയിലുണ്ട്. അപ്പോൾ മോർ ദാൻ 182 ഡേയ്സ് ഇന്ത്യയിലില്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ഇവൻ എന്തായി മാറി? റെസിഡൻ്റായി. ആദ്യമായിട്ടാണ് ഇന്ത്യ വിട്ടു പോകാമെന്നല്ലേ പറഞ്ഞു. ആദ്യമായിട്ട് ഇന്ത്യ വിട്ടു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവന് കഴിഞ്ഞ 28 വർഷം ഇന്ത്യയിൽ തന്നെ ഇല്ലേ? അപ്പം അവനൊരു ഓർഡിനറി റെസിഡൻ്റ് ആണ്, ഒരു സംശയം വേണ്ട. സോ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ്, അതാണ് ആൻസർ. റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ്. വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് TDS? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശമ്പളത്തിൽ നിന്ന് നമ്മൾ TDS കട്ട് ചെയ്യുന്ന കഥ പറഞ്ഞല്ലോ. എന്തിനാണ് നമ്മൾ TDS? വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ്? ടു ഇൻക്രീസ് ദ ഗവൺമെന്റ് റവന്യൂ. ഗവൺമെന്റ് റവന്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ടു റെഡ്യൂസ് ടാക്സ് ലയബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആണ് TDS. ടു എൻഷുർ ടൈംലി റിയലൈസേഷൻ ഓഫ് ടാക്സ്, അതും ഒരു തരത്തിൽ പറഞ്ഞ ശരി ഉത്തരം തന്നെയാണ്. ടു ഡിസ്കറേജ് ഇൻഡിവിജ്വൽ ഫ്രം ഏണിംഗ് ഇൻകം ആണോ? അതൊക്കെ തെറ്റാണ്. കറക്റ്റ് ഉത്തരം ടു ഇൻക്രീസ് ഗവൺമെന്റ് റവന്യൂ. ഗവൺമെന്റ് റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത് TDS കൊണ്ടുപോകും. സോ അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. What deduction is permitted for municipal tax paid on a let out property? വാടകയ്ക്ക് കൊടുത്ത കെട്ടിടത്തിന് നമ്മൾ എന്ത് പേ ചെയ്തിട്ടുണ്ട്? മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. ഡിഡക്ഷൻ അലൗഡ് ഓൺലി ഇഫ് പെയ്ഡ് ബൈ ടെനന്റ്. തെറ്റാണ്. ടെനന്റ് അല്ല, ഓണർ പേ ചെയ്യണം. ഡിഡക്ഷൻ അലൗഡ് ഓൺ ആക്ച്വൽ പേയ്മെന്റ് ബേസിസ് ഇഫ് പെയ്ഡ് ബൈ ഓണർ. ഇതാണ് കറക്റ്റ് ഉത്തരം. ഡിഡക്ഷൻ അലൗഡ് ഓൺ എ ഫിക്സഡ് പെർസെൻറ്റേജ്, അത് തെറ്റാണ്. നോ ഡിഡക്ഷൻ പെർമിറ്റഡ് ഫോർ, അതും തെറ്റാണ്. സോ കറക്റ്റ് ഉത്തരം ഡിഡക്ഷൻ അലൗഡ് ഓൺ ആക്ച്വൽ പേയ്മെന്റ് ബേസിസ് ഇഫ് പെയ്ഡ് ബൈ ഓണർ. കറക്റ്റ്. നൂസീന, ആൻസർ ബി. വെരി ഗുഡ്. ഷമീം ഷാ, ബി. പിന്നെ അല്ല, കറക്റ്റ് ഉത്തരം. സോ വി ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദി സെഷൻ. നമ്മൾ 100 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. 100 ക്വസ്റ്റ്യനിൽ നമ്മളൊരു 4-5 ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തു, എങ്കിലും നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് യു പാർട്ടിസിപ്പേറ്റഡ് റിയലി വെരി വെൽ. സോ ഐ അപ്രീഷിയേറ്റ് ദാറ്റ് എഫേർട്ട്. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. സോ III കൊമേഴ്സ് അക്കാഡമി ഇത്തരത്തിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, അത് എല്ലാ സബ്ജക്റ്റിനെ സംബന്ധിച്ചും നിങ്ങൾക്ക് സാർ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചാൽ എക്സാം പാസ്സാവും. എന്താണ് സംശയം? ഇത് പഠിക്കണമെന്നേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാസ്സാവും, ഒരു സംശയവും വേണ്ട. സോ ഈ പെർഫോം റിയലി വെരി വെൽ. അപ്പോൾ അത് ഈ മൂഡ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് III കൊമേഴ്സ് അക്കാഡമി. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ CMA ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചില പേരുകൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, പരിചയമുള്ളതുപോലെ തോന്നുന്നു പല പേരുകളും. എനിവേ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണണം. വിൽ ഹാവ് ക്ലാസ്സസ്. അപ്പോൾ III കൊമേഴ്സ് അക്കാഡമി CMA ഇൻ്റർമീഡിയറ്റിൻ്റെ പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ CMA ഫൈനലിൻ്റെ ബാച്ചസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. CAയുടെ ബാച്ചസ്, CSൻ്റെ ക്ലാസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഐ ഹോപ്പ് നമുക്ക് ഓൺലൈൻ വഴി മാത്രമല്ല, യെസ്, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഷെയറിങ്ങിൻ്റെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ, ഒരു സംശയം വേണ്ട. നമ്മളത് ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പം നിലവിലിപ്പോൾ ലൈവാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം ഇതിൻ്റെ ലിങ്കിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. ഞാനത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. CMA US ഉണ്ട്. പിന്നെ CMA US ഉണ്ട്. നമ്മളിവിടെ 5 കോഴ്സാണ് പ്രധാനമായും പ്രൊവൈഡ് ചെയ്യുന്നത് IIIയിൽ. CA, CMA ഇന്ത്യ, CMA US, CS, അതുപോലെ തന്നെ ACC. ഓക്കെ. സോ ബൈ ബൈ. All the best for your exam. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. All the best.